سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي أوحينا إليك من الكتاب هو الحق مصدقا لما بين يديه إن الله بعباده لخبير بصير ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين وشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم بادروا بالأعمال يصبح الرجل مؤمنا ويمسي كافرا ويمسي مؤمنا ويصبح كافرا يبيع دينه بعرض الدنيا إلى آخر الحديث أو كما قال سيدنا وحبيبنا وشفيعنا محمد رسول الله صلى الله عليه وعلى آله وصحابه واتباعه واشياعه وعترته وأهل بيته أجمعين. പുറത്ത് നിൽക്കുന്ന സഹോദരങ്ങൾക്കൊക്കെ ഇൻഷാല്ലാ കസേര ഇവിടെ ഉണ്ടല്ലോ, അടുത്ത് അവിടെ ആ പുറത്ത് താഴെ ഇട്ട് കൊടുക്കും, ആ താഴത്തെ ഇട്ട് കൊടുത്താലും മതി ഇൻഷാല്ലാ. നിൽക്കുന്നവരൊക്കെ ഞാൻ കയറിക്കോട്ടെ, കസേര എടുത്ത് എല്ലാവരും പുറത്തോട്ടിട്ട് 2 മണിക്കൂറല്ലേ ഉള്ളൂ, പെട്ടെന്ന് തീരും ഇൻഷാല്ലാ. എല്ലാവരും പുറത്ത് നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ ഈ അനുഗ്രഹീതമായ സദസ്സിലോട്ട് കയറിയിരിക്കുന്നു. അള്ളാഹു നമ്മുടെ ഇരുത്തത്തെ കബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, മനോഹരമായ ഈ സദസ്സ് നമ്മുടെ ഇവിടെ മൊമെന്റോ കൊടുത്ത നമ്മുടെ ഈ സംഘാടക സമിതിയുടെ നുസ്റത്തുൽ മസാഖീൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ സർവസ്വവുമായ നമ്മുടെ നവാസ് സാഹിബ്, വേദിയിലും പുറത്തും എന്റെ ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ കാരണവന്മാർ, നുസ്റത്തുൽ മസാഖീൻ സാധു വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, എന്റെ ശബ്ദം ശ്രവിക്കുവാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ദീനീ സ്നേഹികളും വിജ്ഞാനദാഹികളുമായ പ്രിയപ്പെട്ട ഉമ്മ പങ്ങന്മാർ, ഇസ്ലാമിന്റെ കർമ്മോത്സുകരായ കർമ്മധീരരായ യുവ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട അനുജന്മാർ, അനുജത്തിമാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സർവാദിനാഥനും സർവഗുണ സമ്പൂർണനും സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവും സർവേശ്വരനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ അനുഗ്രഹീതമായ ഒരുമിച്ച് കൂടലിനെ അവന് ഇഷ്ടപ്പെടുന്ന, അവന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന നാളെ അനുഗ്രഹീതമായ സുഖലോലുബ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്നതിന് കാരണമായ ഒരു സംഗമമായി അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിന്റെ ഗതകാല പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയും വരുംകാല ജീവിതം അള്ളാഹു സന്തോഷത്തിലും സന്തുഷ്ടിയിലുമായി ആനന്ദ തുണ്ടിലരായി ജീവിക്കുവാനും മരിക്കുന്ന സമയം അള്ളാഹുവിനോടും അവന്റെ അടിമകളോടുമുള്ള എല്ലാ ബാധ്യതകളും നിറവേറ്റി ചുണ്ടിൽ പുഞ്ചിരിയും നാവിൽ കെലിമയും കണ്ണിൽ സ്വർഗത്തിന്റെ ചിത്രവുമായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മുടെ ഈ വേദി നിലകൊള്ളുന്നത് നവാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ നാമധേയത്തിലാണ്. ആ മരണപ്പെട്ടു പോയ ആ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ സഹോദരന്റെ ഖബറിടം അല്ലാഹു വിശാല സ്വർഗത്തിന്റെ ആരാമമാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഏവരെയും അല്ലാഹു അവന് ഇഷ്ടപ്പെടുന്ന ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സാധാരണ സോഷ്യൽ മീഡിയ പരദൂഷണത്തിന്റെയും ഫസാദിന്റെയും ഫിത്നയുടെയും നാശത്തിന്റെ കാരണമായി ഇന്ന് ഏറ്റവും കൂടുതൽ കള്ളം പറയുകയും ഏറ്റവും കൂടുതൽ കള്ളം പ്രചരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാധ്യമമായി സോഷ്യൽ മീഡിയ, വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ മാറുമ്പോൾ ഒരു നാടിന്റെ നവീകരണത്തിനും ഒരു നാടിന്റെ നവോത്ഥാനത്തിനും ഒരു നാടിന്റെ നന്മയ്ക്കും വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മയിലൂടെ ഇവിടത്തെ വാട്സപ്പ് കൂട്ടായ്മ, ഇവിടത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഇവിടത്തെ സഹോദരങ്ങൾ വൈകല്യം മറന്നുകൊണ്ട് നവാസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടുകയും എല്ലാ അർത്ഥത്തിലും മറ്റുള്ളവർക്കൊരു മാതൃക യോഗ്യമായ രീതിയിൽ തന്നെ ഈ നാടിന് ഒരു പരിവർത്തനം, ഒരു വലിയ മാറ്റത്തിന്റെ മാറ്റൊലിയായി മാറപ്പെട്ട ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയുടെ ഇതിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരുടെ അശ്രാന്തമായ പരിശ്രമത്തിന്റെ സമാപ്തിയിലാണ് ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു ഇതിനു വേണ്ടി പരിശ്രമിച്ച് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞെടുത്തോളം 2 കാലുകൾക്ക് സ്വാധീനമുള്ള ഇതിന്റെ ചെറുപ്പക്കാരോടൊപ്പം തന്നെ അള്ളാഹു വൈകല്യം കൊടുത്തെങ്കിലും ഒരിക്കലും വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാതെ ഇതിനു വേണ്ടി പരിശ്രമിച്ച് ഇതിനു വേണ്ടി ഓടി നടന്ന് ഈ മേഖലകളിൽ ഒരുപാട് സാന്നിധ്യം, പാതിരാത്രികളിലൊക്കെ ചെറുപ്പക്കാര് ഇവരുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതുപോലെ ഓടി നടന്ന് പോസ്റ്റർ ഒട്ടിക്കാനും ഫ്ലക്സ് വെക്കാനും ഓടി നടന്ന ഇതിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകൻ, ഞാൻ അറിഞ്ഞിടത്തോളം സ്വന്തമായി വാഹനം ഓടിച്ചു പോകുമ്പോ റോഡിന്റെ നടുവിലെത്തി വണ്ടി നിന്നു പോയാൽ പോലും ആരും ഒരു മോശപ്പെട്ട വർത്തമാനം പോലും പറയാത്ത വണ്ണം എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ നവാസ് ഇവിടുന്ന് ഈ സുഖമില്ലാത്ത കാലും കൊണ്ടാണ് തിരുവനന്തപുരത്ത് എന്നെ വിളിക്കാൻ വേണ്ടി വന്നത്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഭൗതികമായ അതല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തികമായ ഒരു സ്വരൂപണം, സാമ്പത്തികമായ ലക്ഷ്യങ്ങളൊന്നും അവർക്കില്ല. എങ്കിലും തിരുവനന്തപുരത്ത് ജുമഅയ്ക്ക് എന്റെ പ്രിയപ്പെട്ട ഇവിടത്തെ കൂട്ടുകാര് വരുന്ന സമയത്ത് അവരോട് ഞാൻ ഒരു കാര്യം ഉണർത്തിയിരുന്നു. അതിന്ന് ഞാൻ വന്നപ്പോൾ ഞാനതങ്ങ് മറന്നുപോയി. ഒരുപാട് സംഘാടകരെ കാണുന്നവരാണ്, മറന്നുപോകും. പക്ഷെ അവരത് ഓർത്തു വെച്ചിരുന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ അവരെന്നോട് പറഞ്ഞത് അന്ന് ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യമാണ്. അത് ഇൻഷാ അല്ലാഹ് എന്താണ് എന്ന് ഒരു 10:50 ആകുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസംഗത്തിന്റെ സമാപനത്തോടടുക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ഞാനത് ഉണർത്താം. അള്ളാഹു നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുന്ന ഈ ഇരിക്കുന്ന സമയം അത്രയും അവന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരു അമലാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 2 മരണങ്ങളാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ആ 2 മരണം വല്ലാതെ നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ തന്നെ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. രാഷ്ട്രീയപരമായി വിയോജിപ്പും യോജിപ്പും ഉള്ളവരാണെങ്കിൽ പോലും ബഹുമാന്യനായ അഹമ്മദ് സാഹിബ് പാർലമെന്റില് മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധിയാണ്, കേരളത്തിന്റെ പ്രതിനിധിയാണ്. ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. ആ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ആ ജനാസ ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തകരും അങ്ങോട്ട് പോയിട്ടുണ്ട്. 2ാമത് കേരള സംസ്ഥാന ജമീയത്തുൽ ഉലമയുടെ കർമ്മധീരനായ സെക്രട്ടറി ജനറൽ ബഹുമാന്യനായ രാമന്തളി തങ്ങൾ, അള്ളാഹു 2 പേരുടെയും ഖബറിടം സ്വർഗീയ ആരാമങ്ങളാക്കി അള്ളാഹു പരിവർത്തിപ്പിക്കുമാറാവട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം ആനന്ദത്തിലും ആഹ്ലാദത്തിലും സന്തോഷത്തിലും സന്തുഷ്ടിയിലുമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ ഇന്ന് മുതലാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുക. ദർസി രംഗത്ത് അദ്ദേഹം ബഹുമാനപ്പെട്ട രാമന്തളി തങ്ങൾ പ്രക്ഷോഭിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതുപോലെ ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ കേരള രാഷ്ട്രീയത്തിന്റെ അതല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ അദ്ദേഹം നിൽക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും അദ്ദേഹം ഒരു നാടകീയ ജീവിതത്തിലായിരുന്നു.
ഇന്നു മുതലാണ് ആ രണ്ടുപേരുടെയും രണ്ട് വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന രണ്ടുപേരുടെയും മനോഹരമായ ജീവിതം ആരംഭിക്കുന്നത് ഈ സമയം മുതലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ആമുഖമായി പറയാനുള്ളത്, കുറെ ആളുകൾ, ഒരുപാട് സഹോദരങ്ങൾ ഇന്നലെയൊക്കെ പാറക്കടവ് ഈ മഹല്ലിലെ ഈ പ്രദേശത്തെ മതപ്രസംഗവുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു. ഞങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് പലരും വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ മരണമാണ്, നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹു ആ സഹോദരങ്ങൾ അവർക്ക് അവരുടെ ഈ അനുഗ്രഹീതമായ സദസ്സിലെ അവരുടെ അസാന്നിധ്യം അള്ളാഹു നാളെ പരലോകത്ത് ജനാസ കാണുന്നതിനുള്ള വന്നമായ പ്രതിഫലം അള്ളാഹു അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരുപാട് വൈകി നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് ഞാൻ കടന്നു വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ 2 മണിക്കൂർ നല്ലതുപോലെ ഉണർന്നിരുന്നേ മതിയാവും. കാരണം വൈകി തുടങ്ങുന്ന പരിപാടികളൊക്കെ ഒരു വല്ലാത്ത ഒരു കോലത്തിലായിരിക്കും. ചില സ്ഥലങ്ങളിൽ വാഴ പറയാൻ പോയാൽ 1-2 ലൈറ്റ് ഇങ്ങനെ ഉണ്ടാവും. ഒരു മെഴുകുതിരിയുടെ വെട്ടത്തില് ഇങ്ങനെ പ്രസംഗിക്കുന്ന ആളിനെ പ്രസംഗം കേൾക്കുന്നവർക്കും കണ്ടൂടാ, പറയുന്നയാളിനെ കേൾക്കുന്ന ആളുകളെയും കണ്ടൂടാ, സംഘാടകർക്ക് പറയുന്ന ആളിനെയും കണ്ടൂടാ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വല്ലാത്തൊരു മോശപ്പെട്ട രീതിയിലൊക്കെ പല വേദികളിലും പോയിട്ടുണ്ട്. ഇവിടെ അൽഹംദുലില്ലാ അവര് ഒരു വലിയ വ്യാപകമായ കളക്ഷൻ എടുത്തില്ലെങ്കിൽ പോലും നല്ല മനോഹരമായ ഒരു വേദി, എല്ലാവർക്കും മുഖാമുഖം കണ്ടുകൊണ്ട് 2 മണിക്കൂർ ചെലവഴിക്കാൻ കഴിയുന്ന ഒരു സമയം. നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ സദസ്സുമായി നല്ല രീതിയിൽ ഉണർന്നു പ്രവർത്തിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാപിതാക്കൾ മരണപ്പെട്ടു പോകുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ വൈരാഗ്യത്തിലും എത്ര വലിയ പിണക്കത്തിലും എത്ര വലിയ വിദ്വേഷത്തിലാണെങ്കിൽ പോലും വാപ്പയും ഉമ്മയും മരണപ്പെടാൻ എടുക്കുന്ന സമയത്ത് മക്കൾ ഓടിയെത്തും. എവിടെ നിന്നായാലും ഓടിയെത്തും. എന്തുകൊണ്ടാണ്? വാപ്പായുടെയും ഉമ്മായുടെയും അനന്തരം വീതിച്ചെടുക്കുവാനും വാപ്പാടെ ഉമ്മാടെ പൈതൃക സ്വത്ത് വീതം വീതിച്ചെടുക്കുവാനുള്ള ആഗ്രഹത്തോടെ മക്കൾ 4 ഭാഗത്ത് നിന്ന് വീട്ടിലേക്ക്, തറവാട്ടിലേക്ക് ഓടിയെത്താറുണ്ട്. നമുക്കറിയാം, ഒരൊറ്റ പൊന്നുമോനും പറയില്ല, വാപ്പാ നിങ്ങളുടെ പൈതൃക സ്വത്ത് എനിക്ക് വേണ്ട, നിങ്ങളുടെ അനന്തരാവകാശം എനിക്ക് വേണ്ട, നിങ്ങൾക്ക് ശേഷം ഞാൻ നിങ്ങളുടെ സമ്പത്ത് സുഖിക്കുന്ന ഒരു രീതി എനിക്ക് വേണ്ട, അത് നിങ്ങൾ അങ്ങ് പള്ളിക്ക് കൊടുത്തോളുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരു മക്കളും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ലോകാവസാനം വരെ പറയുകയുമില്ല. നമ്മൾ ആ അനന്തരം വീതിച്ചെടുക്കാൻ നമ്മളൊക്കെ വലിയ താല്പര്യമുള്ളവരാണ്. നമുക്കറിയാം, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും അനന്തരാവകാശികളെന്ന് ആദരവായ പ്രവാചകനെ പഠിപ്പിച്ചവരാണ് ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, പണ്ഡിതന്മാര്. അവര് അംബിയാ മുർസലീങ്ങളുടെ അനന്തരാവകാശികളാണ്. നമ്മുടെ വാപ്പായുടെയും ഉമ്മായുടെയും അനന്തരം മക്കൾ വീതിച്ചെടുക്കും പോലെ അഷ്റഫുൽ ഖൽഖ് അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും അനന്തരം വീതിച്ചെടുത്തത് ഈ രാജ്യത്തെ, ഈ ലോകത്തെ ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളുമാണ്. അവർ അനന്തരം എടുത്തത് ഇൽമിനെയാണ്, സമ്പത്തല്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആ അനന്തരം എടുക്കുന്നവർ വളരെ കുറവാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാപ്പാടെ ഉമ്മാടെ അനന്തരം എടുക്കാൻ എല്ലാ മക്കളും തയ്യാറാവും. പക്ഷേ പ്രവാചകന്മാരുടെ അനന്തരം ഏറ്റെടുക്കാൻ ഇവിടെ ആളുകൾ കുറവാണ്. കാരണം ഒരു വീട്ടിൽ 10 വീട്ടിൽ ഒരു വീട്ടിൽ നിന്നൊരു കുട്ടിയാണ് ഇൽമു പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. 10 വീടെടുത്ത് പരിശോധിച്ചാൽ അതിൽ ഒരു വീട്ടിൽ നിന്നാണ് ഒരു കുട്ടി ഇൽമു പഠിക്കാൻ തയ്യാറാവുക. നമുക്ക് അതിനോട് വല്ലാത്തൊരു വൈക്ലഭ്യമാണ്. അള്ളാഹു അതൊക്കെ മാറ്റി തരട്ടെ. നമ്മളൊക്കെ പണ്ഡിതന്മാരാക്കി, ഇൽമുള്ളവരാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൽമുള്ളവര് മരണപ്പെട്ടാൽ നമ്മളൊക്കെ, ഞാനും നിങ്ങളുമൊക്കെ, ഞാനൊന്നും വലിയ പണ്ഡിതനൊന്നുമല്ല, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എവിടെങ്കിലും മരണപ്പെട്ടു പോയാൽ ആരറിയാൻ? അയൽവാസികൾ മാത്രം അറിയും. ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയ സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പണ്ഡിതന്മാർ, അവര് മരണപ്പെട്ടപ്പോൾ അവരെ അറിയാത്തവർ മുക്കുമൂലകളിലില്ല കേരളത്തിൽ. കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ അനന്തരം ഏറ്റെടുത്തവരാണ് അവര്. അള്ളാഹു അവരുടെയൊക്കെ ഗുരുത്വപൊരുത്തങ്ങൾ നേടുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന വാപ്പാടെ ഉമ്മാടെ അനന്തരം ഏറ്റെടുക്കുന്ന മക്കളുടെ കഥയോ, അംബിയാ മുർസലീങ്ങളുടെ അനന്തരം ഏറ്റെടുത്ത മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളുടെയും ചരിത്രം ഒന്നും അല്ല നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു അനന്തരാവകാശികളെയാണ്. അള്ളാഹു നമ്മളെ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ആ വിഭാഗത്തിൽ പെട്ടവരാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ അനന്തരാവകാശികളാണ്. ആരാണ് ഖുർആനിന്റെ അനന്തരാവകാശികൾ എന്നറിയുമോ? മഹാനായ അബൂ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു മദീനത്തുൻ നബവിയിലേക്ക് കടന്നു പോകുമ്പോൾ
അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ മദീനത്തുൻ നബവിക്കകത്ത് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു ഇബാദത്തിലാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഇബാദത്തിലായി കഴിയുന്ന സമയത്ത് അബൂ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു ചെല്ലുകയാണ്. ആ സമയത്ത് അബൂ ദർദാന്റെ ചാരത്ത് ചെന്ന് അബൂ സാബിത്ത് റളിയല്ലാഹു അൻഹു ഇരിക്കുകയാണ്. ആ സമയത്ത് എന്റെ സഹോദരങ്ങളെ അബൂ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ നോക്കുന്നില്ല, മിണ്ടുന്നില്ല, ഒരക്ഷരം പോലും പറയുന്നില്ല. കാര്യം എന്താണ്? മദീനത്തുൻ നബവിക്കകത്തിരുന്നു കൊണ്ട് ഇബാദത്തിലാണ്. അല്ലാഹുവിനെ സാഷ്ടാംഗം ചെയ്തുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് ഇബാദത്തിലായി ആരാധനയിലെ മുഴുകി കഴിയുന്ന അബൂ ദർദാന്റെ ചാരത്ത് ചെന്ന് അബൂ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നിരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്ത് ദുആയാണ് ചെയ്തതെന്നറിയുമോ? അബൂ ദർദാ റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുകയാണ്. അബൂ സാബിത്ത് എന്നവർ അബൂ ദർദാന്റെ ചാരത്ത് ചെന്ന് ദുആ രക്കുകയാണ്. അല്ലാഹുമ്മ ആനിസ വഹ്ശതി വർഹമ ഖുർബതി വയസ്ർ ലി ജലീസന സ്വാലിഹാ. അല്ലാഹുവേ, എന്റെ ഒറ്റപ്പെടലിനെ നീ നേരം പോക്കാക്കി ആരെയെങ്കിലും എന്റെ ജീവിതത്തിൽ തരണേ അല്ലാ. എനിക്ക് ഒറ്റപ്പെടുന്ന വല്ലാത്ത വേദനയാണ്. എന്റെ ഒറ്റപ്പെടൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അല്ലാഹുവേ, ഒറ്റയ്ക്കുള്ള യാത്ര എനിക്ക് വല്ലാതെ അരോചകമാണ്. അതുകൊണ്ട് യസ്റിലി ജലീസന സ്വാലിഹാ, ഒരു നല്ല കൂട്ടുകാരനെ തരണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അബൂ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് ചെന്നിരിക്കുമ്പോ അബൂ ദർദാന്റെ മറുപടി എന്തെന്നറിയുമോ? ശ്രദ്ധയോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രവിക്കണേ, പ്രിയപ്പെട്ടവരെ. അബൂ സാബിത്ത് എന്നവരെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മദീനത്തുൻ നബവിയുടെ അകത്തളത്തിൽ ചെന്ന് അബൂ ദർദാ എന്ന സഹാബി ദുആ ചെയ്തുകൊണ്ട് ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോ അതിന്റെ അടുത്ത് ചെന്ന് അബൂ സാബിത്ത് ദുആ രക്കുകയാണ്. അല്ലാഹുവേ, എനിക്ക് ഒറ്റപ്പെടൽ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നല്ല ഒരു കൂട്ടുകാരനെ തരണനാദാ, എനിക്ക് നല്ല ഒരു കൂട്ടുകാരനെ തരണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുമ്പോ അബൂ സാബിത്തിനെ വിളിച്ചിട്ട് അബൂ ദർദാ ചോദിക്കുകയാണ്, അബൂ സാബിത്ത്, നീ പറഞ്ഞത് സത്യമാണോ? നീ പറഞ്ഞത് സത്യമാണോ? എങ്കിൽ ഞാൻ നിന്റെ കൂട്ടുകാരനാകട്ടെ, ഞാൻ നിന്റെ കൂട്ടുകാരനാകട്ടെ, ഞാൻ നിന്റെ ആത്മമിത്രമാകട്ടെ. അബൂ സാബിത്ത്, നീ നിന്നോട് ഏറ്റവും നല്ല അടുപ്പമുള്ള ആത്മീയ കൂട്ടുകാരനായി മാറാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അബൂ ദർദാ റളിയല്ലാഹു തആല അബൂ സാബിത്തിനോട് മറുപടി കൊടുക്കുമ്പോ സഹോദരങ്ങളെ, രണ്ട് കരങ്ങളെ നീട്ടി സ്വീകരിക്കുകയാണ് അബൂ സാബിത്ത്. എത്രയോ നല്ല കൂട്ടുകാരുടെ കരയാണ് പറയുന്നത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ശ്രദ്ധയോടെ കേൾക്കാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കള് വളരെ ശ്രദ്ധയോടെ അണ്ടർലൈൻ കൊടുത്തുകൊണ്ട് അടിവരയിട്ടുകൊണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. മദീന പള്ളിയുടെ അകത്തളത്തിൽ വെച്ച് അബൂ സാബിത്തിന് കൂട്ടുകാരനായി കിട്ടുന്നതാരെയാണ്? അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹുവിനെയാണ് കൂട്ടുകാരനായി കിട്ടുന്നത്. ആ സമയത്ത് അബൂ സാബിത്തിനോട് അബൂ ദർദാ ആദ്യമായി പറഞ്ഞതെന്നറിയോ? ഇന്ന് ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിനകത്ത് വെച്ചോ, വെയിറ്റിംഗ് ഷെഡിൽ വെച്ചോ, കളിക്കളത്തിൽ വെച്ചോ, പള്ളിക്കൂടത്തിൽ വെച്ചോ, കലാലയ മുറ്റത്ത് വെച്ചോ, എവിടെയെങ്കിലും വെച്ചൊരു കൂട്ടുകാരനെ കിട്ടിക്കഴിഞ്ഞാ ആദ്യമായിട്ട് കൂട്ടുകാര് ചിയേഴ്സ് വിളിക്കുകയല്ലേ ചെയ്യുന്നത്? ആദ്യമായിട്ട് മൊബൈൽ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് നമ്പറുകളെ കൈമാറിയിട്ട് അശ്ലീല ചുവകളുള്ള ചിത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുകയല്ലേ ചെയ്യുക? അബൂ സാബിത്ത് എന്നവരോട് അബൂ ദർദാന്റെ മറുപടി എന്തെന്നറിയോ? ഞാൻ നിനക്കൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ? ആദരവായ പ്രവാചകൻ എന്നോട് പറഞ്ഞ ഒരു ഹദീസ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ ഇന്ന് വരെ ആർക്കും അത് പറഞ്ഞു കൊടുത്തിട്ടില്ല, ഇന്നേ വരെ ഞാൻ ആർക്കും അത് വിശദീകരിച്ചു കൊടുത്തിട്ടില്ല. അബൂ ദർദാ പറയുന്നു, ഞാൻ നിനക്കൊരു ഹദീസ് പഠിപ്പിച്ചു തരട്ടെയോ? ഞാൻ നിനക്കൊരു ഹദീസ് പറഞ്ഞു തരട്ടെയോ? ഞാൻ നിനക്കൊരു പുതിയ ഇൽമ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിക്കുമ്പോ അബൂ സാബിത്ത് എന്നവര് പറയുകയാണ്, പറയൂ കൂട്ടുകാരാ, ഒന്ന് പറഞ്ഞു തരുമോ? പറഞ്ഞു തരുമോ? അബൂ ദർദാ അങ്ങനെ പറഞ്ഞു കൊടുത്ത കാര്യം എങ്ങനെയെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫാത്തിർ അറിയാത്തവരെന്റെ മുമ്പിലില്ലല്ലോ. സൂറത്ത് യാസീന് തൊട്ടു മുമ്പുള്ള അധ്യായമാണ്. ഇന്ന് പാതിരാത്രി ഒന്ന് വീട്ടിൽ ചെന്നിട്ട് ആ സൂറത്തുൽ ഫാത്തിർ എടുക്കുമോ? എന്നിട്ട് 32-ാമത്തെ ആയത്തൊന്ന് പരിശോധിക്കുമോ?
അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫാത്തിർ യാസീൻ അധ്യായത്തിന്റെ തൊട്ടു മുമ്പുള്ള ഫാത്തിർ അതിന്റെ 32ാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അബൂ ദർദാ അതിന്റെ വിശദീകരണവും പറഞ്ഞു കൊടുക്കുകയാ. അള്ളാന്റെ റസൂൽ പറഞ്ഞ അതിന്റെ തഫ്സീർ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാ. സഹോദരങ്ങളെ, ആ ഒരു തഫ്സീറും ആ ഒരു ഹദീസുമാണ് എനിക്ക് നിങ്ങളോടൊന്ന് വിശദീകരിക്കാനുള്ളത്. അതേ പരിശുദ്ധമായ ഖുർആനിന്റെ അനന്തരാവകാശികളെ പറ്റിയാ. ആരാണ് ഖുർആനിന്റെ അനന്തരാവകാശികൾ എന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ അനന്തരാവകാശികൾ ആരൊക്കെയാണ്? ഖുർആനിന്റെ ആളുകളല്ലേ ഞാനും നിങ്ങളും പഠിക്കണ്ടേ? നമുക്കൊരു ഗ്രന്ഥമല്ലേ പരിശുദ്ധ ഖുർആൻ. ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതുന്ന, ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി പരിശുദ്ധ ഖുർആൻ. പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തില് പരിവർത്തനത്തിന്റെ പടകധ്വനി മുഴക്കിയ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന്റെ അനന്തരാവകാശികളാരാ? ആ ഖുർആനിന്റെ ആളുകളാരാ? ഓരോരുത്തരും പറയുന്നു ഞങ്ങളാണ് ഖുർആനിന്റെ ആളുകള്. ഓരോരുത്തരും പറയുന്നു ഞങ്ങളാ ഖുർആൻ മുറുകെ പിടിക്കുന്നവര്. പലരും പറയുന്നു ഖുർആൻ പറയാൻ യോഗ്യര് ഞങ്ങളാണ്. എന്നാൽ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിറിലൂടെ അല്ലാഹ് പറഞ്ഞ ആരാണ് എന്റെ ഖുർആനിന്റെ അനന്തരാവകാശികളെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ നൂറ്റാണ്ട് 14 മുമ്പ് ലോകത്തോട് പറഞ്ഞു കൊടുക്കുകയാ. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിന്റെ അനന്തരാവകാശികൾ ഇന്ന് ഓരോ വിഭാഗം ആളുകളും പറയുന്നത് ഞങ്ങളാണ് ഖുർആനിന്റെ അവകാശികൾ, ബാക്കിയുള്ളവരൊക്കെ അല്ലാത്തവരാണ്. ഖുർആനിന്റെ അവകാശികൾ ഞങ്ങളാണെന്ന് പറയുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഖുർആനിന്റെ അനന്തരാവകാശികൾ ആരെന്ന് ഖുർആൻ തന്നെ വിശദീകരിച്ചു. ഈ 2 മണിക്കൂറിന്റെ ഉള്ളിൽ ഖുർആനിന്റെ അവകാശികൾ ആരൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പോകണം. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞു ഖുർആനിന്റെ അനന്തരാവകാശികൾ ആരാ? വാപ്പാടെ ഉമ്മാടെ സ്വത്ത് വീതിച്ചെടുക്കാൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? ജീവിച്ചിരിക്കുമ്പോ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കൊടുക്കാത്ത മക്കളാണ്. പടിയടച്ചു പിണ്ടം വെച്ച മക്കളാണ്. വാപ്പായ ഉമ്മായ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട മക്കളാണ്. പക്ഷെ മരിക്കാൻ പോകുന്നു എന്നറിയുമ്പോ ഓടി വരും. കാരണം എന്താണ്? വസിയത്തു പ്രകാരം എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കിട്ടിയാൽ അതുകൊണ്ട് സുഖിക്കാനും രസിക്കാനും വേണ്ടിയിട്ട് വാപ്പായ ഉമ്മായം അനന്തര സ്വത്ത് വീതിച്ചെടുക്കാൻ വേണ്ടി ഓടി വരുന്ന മക്കളുടെ കാലഘട്ടത്തില് എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ അനന്തരാവകാശികൾ എന്ന് പറയുന്ന ഈ വിഷയം നിങ്ങളോട് പറയുമ്പോ നമുക്ക് അതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് മാറി നിൽക്കാൻ കഴിയരുത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും അമല് ചെയ്യാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഖുർആനിന്റെ അനന്തരാവകാശികൾ ആരാണ്? അള്ളാഹ് തന്നെ പറയട്ടെ, ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله. അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, എന്റെ ദാസന്മാർക്ക് ഞാൻ ഖുർആൻ അനന്തരം കൊടുത്തെന്നല്ല, എന്റെ ദാസന്മാർക്ക് ഞാൻ ഖുർആൻ അനന്തരം കൊടുത്തെന്നല്ല. ആകാശപ്രതാഴ ഭൂമിക്ക് മുകളിലുള്ള മുഴുവൻ കോടാന സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉൾക്കൃട്ടവരായവരാരാ? ഏറ്റവും ഉൾക്കൃട്ട സ്വഭാവത്തിന്റെ ഉടമകളാരാ? ഏറ്റവും മഹത്വമായ വിഭാഗമാരാണ്? അത് മനുഷ്യരാണ്. പക്ഷെ മനുഷ്യ വിഭാഗത്തിന് അല്ലാഹു ഒന്നാകെ ഈ ഖുർആനിന്റെ അനന്തരം കൊടുത്തിട്ടില്ല. അല്ലാഹു എന്റെ ദാസന്മാർക്ക് ഞാൻ കൊടുത്തെന്നല്ല പറഞ്ഞത്. ഖുർആൻ ഒന്ന് പഠിക്കണേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ. ഖുർആൻ സംസാരിക്കുകയാണ്, ഞാൻ അനന്തരം കൊടുത്തത് ആർക്കെന്നറിയുമോ? അല്ലാഹ് പറയുന്നു, ഖുർആനിനെ, കിതാബിനെ, പരിശുദ്ധ കലാമിനെ, ഫുർഖാനുൽ അലീമിനെ ഞാൻ അനന്തരം കൊടുത്തത് ആർക്കാണ്? അല്ലദീന സ്തഫൈനാ മിൻ ഇബാദിനാ, എന്റെ ദാസന്മാരിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുത്ത ആളുകളെ കാണ്. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്, എല്ലാവർക്കും ഞാൻ അനന്തരം കൊടുത്തിട്ടില്ല. അല്ലദീന സ്തഫൈനാ മിൻ ഇബാദിനാ, എന്റെ അടിമകളിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുത്ത ഒരു വിഭാഗത്തിനാണ്. ആ തെരഞ്ഞെടുത്ത വിഭാഗമാരാ? സഹോദരങ്ങളെ, അത്ഭുതമല്ലേ, ലോകാത്ഭുതമല്ലേ?
അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിനെ അള്ളാഹു ഇറക്കിട്ടെന്ന് ഹിറാഗുപുരത്തിന്റെ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് ജിബ്രീൽ എന്ന മാലാഖ കടന്നു വന്ന് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പൊന്നാര നബിതങ്ങൾക്ക് സമ്മാനിക്കുമ്പോ ആ ഖുർആനിനെ പറ്റി അല്ലാഹു പറയുകയാണ്, ആ ഖുർആൻ ഞാൻ എല്ലാവർക്കുമല്ല കൊടുത്തത്, ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ ഉടമകളെന്ന് പറഞ്ഞ ഏറ്റവും ആദരിക്കപ്പെട്ട വിഭാഗമെന്ന് പറഞ്ഞ ഇരുകാലികളായ മനുഷ്യ വിഭാഗത്തിന് ഞാൻ മുഴുവനെ അങ്ങ് കൊടുത്തെന്നല്ല അല്ലാഹു പറഞ്ഞത്. പിന്നെയോ പടച്ചതമ്പുരാ പറഞ്ഞതെന്താ? അല്ലദീന സ്തഫൈനാ മിൻ ഇബാദിനാ, എന്റെ അടിമകളിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുത്ത വിഐപികളുണ്ട്, വിവിഐപികളുണ്ട്, ഞാൻ തെരഞ്ഞെടുത്ത ഏറ്റവും പ്രിയപ്പെട്ടവരുണ്ട്, അവർക്കാണ് ഞാൻ എന്റെ ഖുർആൻ അനന്തരം കൊടുത്തിരുന്നു. അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ ആരാണ് സഹോദരങ്ങളെ? മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ആരെ പറ്റിയാണെന്നറിയോ? എത്ര ഭാഗ്യം ചെന്നവരാ ഈ പാറക്കട ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവര്, ഞാനും നിങ്ങളും എത്രയോ ഭാഗ്യം ചെന്നവരാ. സീരിയലിന്റെ മുമ്പിൽ അടയിരിക്കുന്ന പെങ്ങളൊക്കറിയുമോ ഈ കട? കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മധുരാശയുടെയും പിറകെ ഓടിപ്പോയ ചെറുപ്പക്കാർക്കറിയുമോ ഈ കട? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എന്റെ ദാസന്മാരിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുത്ത ഒരു വിഭാഗത്തിനാണ് ഖുർആൻ കൊടുത്തത്. ആരാണ് തെരഞ്ഞെടുത്ത വിഭാഗം എന്നറിയോ? ഈ ലോകം മുഴുവൻ പടയ്ക്കപ്പെടുന്നതിന് കാരണക്കാരനായ, പ്രപഞ്ചത്തിന്റെ താക്കോല് സൂക്ഷിപ്പുകാരനായ, കാരുണ്യത്തിന്റെ തിരുദൂതര്, മക്കയുടെ രാജാവ്, മദീനയുടെ മണവാളർ, ലോകത്തിന്റെ രാജകുമാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമായ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഉമ്മത്ത് മുഹമ്മദിനാണ്, ഈ സമുദായത്തിനാണ് അല്ലാഹു ഖുർആൻ അനന്തരം തന്നത്. എത്ര ഭാഗ്യം ചെന്നവരാ പാറക്കടവുകാരാ, എത്ര ഭാഗ്യം ചെന്നവരാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഞാനും നിങ്ങളും. അല്ലാഹു നമുക്ക് തന്ന ഭാഗ്യത്തിന്റെ കഥ പറയണോ? അല്ലാഹു നമുക്ക് തന്ന ഭാഗ്യത്തിന്റെ, അനുഗ്രഹത്തിന്റെ, കാരുണ്യത്തിന്റെ, അല്ലാഹു നമുക്ക് തന്ന മഹത്വത്തിന്റെ, മഹാത്മ്യത്തിന്റെ കഥ പറയണോ? അല്ലാഹുവിന്റെ ഖുർആൻ തന്ന നമുക്ക് നമ്മളെ പറ്റി അല്ലാഹു പറഞ്ഞത് ഏറ്റവും നല്ല തിരഞ്ഞെടുക്കപ്പെട്ട വിഭാഗമെന്നാണ്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വിഐപികളെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിഭാഗത്തെ അല്ലാഹു മൂന്നായി തരംതിരിക്കുകയാണ്. അല്ലാഹു ഖുർആൻ പഠിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ഒന്നുണർന്നിരുന്നോളെ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുർആൻ അനന്തരം എടുത്തത് മഹാനായ പ്രവാചകന്റെ അനുയായികളായ ഞാനും നിങ്ങളുമാണ്. അപ്പൊ ഖുർആന്റെ ആളുകൾ ആരാണ് എന്റെ പ്രിയപ്പെട്ടവരെ? നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരണ്ട. നിങ്ങളാണ് അല്ലെങ്കിൽ ഞങ്ങളാണ്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളില്ല, അങ്ങനെ ഒന്നും നമ്മൾ പറയണ്ട. അള്ളാഹുവിന്റെ ഖുർആനിനെ അനന്തരം എടുത്തവര് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമുദായമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ആ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ എന്തായിരുന്നാലും ആ വിഭാഗത്തിൽപ്പെട്ടവരാ. നബിയുടെ സമുദായത്തിലല്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മഹാനായ പ്രവാചകന്റെ സമുദായത്തിൽപ്പെട്ടവരാണ്. നമ്മുടെ ആഘോഷങ്ങൾ കൂടി പോകുന്നു മാത്രമേ ഉള്ളൂ. ഈ അടുത്ത കഴിഞ്ഞ റബീഉൽ അവ്വലിന് കണ്ടില്ലേ, ചില സ്ഥലങ്ങളിൽ പോയാൽ ഇത് റബീഉൽ അവ്വൽ ആണോ എന്ന് തോന്നാത്തൊരവസ്ഥയിൽ യാതൊരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ, എന്ന് പറഞ്ഞാൽ പുണ്യ നബിയുടെ ജന്മദിനം കൊണ്ട് ധന്യമായ അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തില് ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത നമ്മുടെ പള്ളിക്കോ നമ്മുടെ ഭവനങ്ങളിലോ നമ്മുടെ നാട്ടിനോ വരുത്താത്ത വണ്ണം റസൂലുള്ളാഹിനെ തീരെ മറന്നുപോയ വിഭാഗങ്ങളുമുണ്ട്. ചില സ്ഥലങ്ങളിൽ വടക്കേന്ത്യയിലാണെന്ന് തോന്നുന്നു, ദാടിയൊക്കെ നല്ല നീണ്ട കുറെ ഉമ്മത്ത് മുഹമ്മദാ, ദാടിയൊക്കെ ഒരുപാടങ്ങ് നീണ്ടു കിടക്കുക. നിസ്കാര തഴമ്പെന്ന് പറയാൻ പറ്റൂല, നെറ്റിത്തടത്തിൽ നിസ്കാരത്തിന്റെ മുഴകളാ. അത്രയും വലിയ ഇബാദത്തെടുത്ത ആളുകളാണ്. നല്ല പ്രായം ചെന്ന ഉപ്പാപ്പമാരാ. അവര് വളഞ്ഞ് വട്ടം വെട്ടിരുന്ന് ഒരു വലിയ കേക്ക് കൊണ്ടുവച്ച് ആ കേക്ക് മുന്നിലെടുത്തു വെച്ചിട്ട് അതിനെ മുറിച്ചിട്ട് പറയാ, ഹാപ്പി ബർത്ത്ഡേ യാ റസൂലല്ലാഹ്. അവിടം വരെ എത്തി ലോകം. ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിന്റെ കഥയാ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് കേക്ക് മുറിക്കുന്ന കാലം വരെ എത്തപ്പെട്ടു. കാരണം എന്താ? ഇവിടെ നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള ആലിമീങ്ങൾ കുറഞ്ഞു വരികയാണ്. ലോകാവസാനത്തിന്റെ അടയാളം ഇൽമു ഉയർത്തപ്പെടുമെന്നാണ്. ഇൽമു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ജിബ്രീൽ വന്നിട്ട് മുഴുവൻ ഗ്രന്ഥങ്ങളും പറക്കിക്കൊണ്ടങ്ങ് പോകുമെന്നല്ല, മറിച്ച് ഇവിടത്തെ ഉഖറവിയായ ആലിമീങ്ങളെ അള്ളാഹു തിരിച്ചെടുക്കുമെന്നുള്ളതാണ്. കണ്ടില്ലേ,
എന്റെ സഹോദരങ്ങളെ, നമുക്ക് സംഘടനാ വൈവിധ്യമോ സങ്കുചിതത്വങ്ങളോ ഒന്നും വേണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ശാഖാപരമായി പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുമെങ്കിൽ പോലും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ മരണപ്പെട്ടു പോയാൽ ഇവിടെ പിന്നെ ജാഹിലീങ്ങളായിരിക്കും പല ഫത്വകളും പറയുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട് പിഴച്ചു പോകും. അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ദുആ ചെയ്തോളി. നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ അള്ളാഹു ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ് പറഞ്ഞു, ഉമ്മത്ത് മുഹമ്മദാണ് ഖുർആനിന്റെ അനന്തരാവകാശികൾ. ഒരു സംശയവും വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ അവകാശികൾ നമ്മളാണ്. ഈ നമ്മളെ തന്നെ അള്ളാഹു മൂന്നായിട്ട് തരംതിരിച്ചു. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. എന്റെ സഹോദരിമാരുടെ ആമുഖമായി പറയാനുള്ളത്, ഖബർ കേൾക്കുന്ന സുഖമൊന്നും ഇതിനുണ്ടാവൂല. മഹ്ശറെ പറ്റി പറയുന്ന സുഖമൊന്നും ഇതിനുണ്ടാവൂല. സിറാത്ത് പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ പോകുന്ന കഥ പറയുന്ന സുഖം ഇതിനുണ്ടാവൂല. പക്ഷെ ഇത് നമ്മൾ പഠിക്കാതെ പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അബദ്ധമായി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഖുർആനിന്റെ അനന്തരാവകാശികൾ ഉമ്മത്ത് മുഹമ്മദാണെന്ന് അള്ളാഹ് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂന്നായി തരംതിരിക്കുകയാണ്. മൂന്ന് വിഭാഗമായവരെ തിരിക്കുകയാണ്. ആരാണ് സഹോദരങ്ങളെ മൂന്ന് വിഭാഗമെന്നറിയോ? ഖുർആനിന്റെ അവകാശികളാണ് ഈ എന്നിൽ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഞാനോ എന്റെ ഈ സദസ്സിലിരിക്കുന്നവർ, ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിം സമുദായമല്ല, അള്ളാന്റെ ഖുർആനിന്റെ അവകാശികളാ. പക്ഷെ ഖുർആനിന്റെ അവകാശികളെ മൂന്നായിട്ട് അള്ളാഹു തരംതിരിക്കുകയാണ്. ആ മൂന്ന് വിഭാഗത്തിൽ ഏത് വിഭാഗത്തിലാണ് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചിട്ട് പോകേണ്ടവരാ. സഹോദരങ്ങളെ, ശ്രദ്ധയോടെ കേൾക്കണേ. 2 മണിക്കൂർ പാറക്കടവിന്റെ ഹൃദയഭാഗത്ത് പ്രസംഗിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ വളരെ അഭിപ്രായം പറയലല്ല, കഥാപ്രസംഗത്തിന്റെ പകുതി കൊള്ളൂല മതപ്രസംഗം എന്ന് പറഞ്ഞിട്ട് അഭിപ്രായം പറഞ്ഞത് കൊണ്ട് എനിക്ക് യാതൊരു കാര്യവുമില്ല. അതല്ല, കഥാപ്രസംഗത്തെക്കാൾ മതപ്രസംഗം കൊള്ളാമെന്ന് പറഞ്ഞ് നല്ല സർട്ടിഫിക്കറ്റ് നിങ്ങൾ നൽകിയാലും എനിക്കൊരു നേട്ടമില്ല. ഒരു കോട്ടവും ഒരു വാട്ടവും ഒരു ചാട്ടവുമില്ല. പിന്നെയോ സഹോദരങ്ങളെ, പഠിക്കേണ്ട വിഷയമാണ് പറയുന്നത്. അള്ളാന്റെ ഖുർആനിന്റെ അനന്തരാവകാശികൾ നബി തങ്ങളുടെ സമുദായക്കാരാ എന്ന് പറഞ്ഞാ ഞാനും നിങ്ങളുമാണ്. ഈ പാറക്കടവിലുള്ള മുസ്ലിമീങ്ങളോട് ഞാൻ പറയുകയാ, ഇവിടെ ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, നമ്മൾ ഖുർആനിന്റെ അവകാശികളാണ്, ഖുർആനിനെ അനന്തരമെടുത്തവരാണ്. പക്ഷെ അള്ളാഹു നമ്മളെ മൂന്നായിട്ട് തരംതിരിക്കുകയാണ്. ആ മൂന്ന് വിഭാഗത്തിൽ ഏതിലാണ് ഞാനും നിങ്ങളും ഉള്ളതെന്ന് ഒന്ന് പരിശോധിച്ചിട്ട് പോകണേ. ഇന്നത്തെ പ്രഭാഷണം കഴിയുമ്പോ ഈ മൂന്നിൽ ഏത് വിഭാഗത്തിലാണ് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചിട്ട് പോകണേ. അള്ളാഹ് തന്നെ പറയട്ടെ, മൂന്ന് വിഭാഗമാരാ. ഇന്ന് ഞാനും നിങ്ങളുമാണ് പല തട്ടുകളായി തിരിച്ചിട്ടുള്ളത്. വേണ്ട, നമ്മൾ തിരിക്കണ്ട. ഞാനും നിങ്ങളും സംഘടനകളെ പറ്റി തട്ടം തിരിക്കണ്ട, പല പല തട്ടുകളാക്കണ്ട. അള്ളാഹു തന്നെ തരംതിരിച്ചിരിക്കുകയാണ്. മൂന്ന് വിഭാഗത്തെ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ ഒന്നാമത് അള്ളാഹു പറയുകയാണ്, സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചവനാണ്. സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചവനാ ഒന്നാമത്തെ വിഭാഗമാണ് പറയുന്നത്. അള്ളാഹുവേ, ഏത് വിഭാഗത്തിലാ നമ്മൾ ഉൾപ്പെടുക? ഒന്ന് ചിന്തിക്കണേ. ആത്മപരിശോധനയാണ്. നാളെ പരലോകത്ത് ചെന്നിട്ടല്ല ചിന്തിക്കുക. ഈ ലോകത്ത് പച്ചയായ ഭൂമിയിലൂടെ പച്ച മനുഷ്യനായി നടന്നു പോകുമ്പോ ഒന്ന് ചിന്തിക്കണേ സഹോദരങ്ങളെ. അല്ലാഹ് പറയുന്നു, മിൻഹും അൽആലിമുൽ നഫ്സിഹി. ഒന്നാമത്തെ ഖുർആനിന്റെ അനന്തരാവകാശികള് സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരാ. രണ്ടാമത് അല്ലാഹു പറയുന്നു, മിൻഹും മുഖ്തസിദ്, മധ്യനിലപാടുകാരാണ്. മൂന്നാമത് അല്ലാഹ് പറയുന്നു, മിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, നന്മയിൽ മുന്നേറിയവരാണ്. സഹോദരങ്ങളെ, മൂന്ന് വിഭാഗത്തെ പറ്റിയിട്ട് അള്ളാന്റെ ഖുർആൻ പറഞ്ഞിട്ട് അതിന് ഉപോത്ബലകമായി മുത്തുനബി പറഞ്ഞ കഥ കൂടി കേൾക്കണ്ടേ? ഇതിൽ ആരാണ് രക്ഷപ്പെട്ടവര്, ആരാണ് പരാജയപ്പെട്ടവരെന്ന് കൂടി അറിയണ്ടേ?
ലാലിമീങ്ങളുടെ അടയാളം എന്താണ് പറയാ? ഒന്നാമത്തെ വിഭാഗത്തിന്റെ അടയാളം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. രണ്ടാമത്തെ വിഭാഗത്തിന്റെ അടയാളവും പറയാ, മൂന്നാമത്തെ വിഭാഗത്തിന്റെ അടയാളവും പറയാ. പക്ഷെ അതിനു മുമ്പൊന്ന് മനസ്സിലാക്കണേ, ഈ മൂന്ന് വിഭാഗത്തെ അല്ലാഹുവാ തരം തിരിച്ചത്. ഈ മൂന്ന് വിഭാഗത്തെ അല്ലാഹുവാണ് തരം തിരിച്ചത്. ഈ മൂന്ന് വിഭാഗത്തെ അല്ലാഹ് തരം തിരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തുൻ നബവിയുടെ മിമ്പറിൽ നിന്ന് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഈ സൂറത്ത് ഓതിയിട്ട് പ്രസംഗിക്കുകയാ. എല്ലാവരും ഇങ്ങനെ ശ്രദ്ധയോടെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോ ഉമർ തങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് അടർന്നു വീടുന്ന ഹദീസുകൾ പറക്കിയെടുക്കാ. അവിടുത്തെ പ്രിയപ്പെട്ട സഹാബത്ത്, അവിടുത്തെ അനുചരന്മാരെ കാറുകൂർപ്പിച്ചിരിക്കുന്ന സമയത്ത് ഇതേ സൂറത്തുൽ ഫാത്തിറിന്റെ 32ാമത്തെ ആയത്തോടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുകയാണ്. സാബിഖുനാ സാബിഖുൻ വ മുഖ്തസിദുനാ നാജിൻ വലാലിമുനാ മഗ്ഫൂർ. റസൂലുള്ളാഹിയുടെ ഹദീസാ പറഞ്ഞത്. എന്തേ പറഞ്ഞതെന്നറിയുമോ? സഹോദരങ്ങളെ, മൂന്ന് വിഭാഗത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഖുർആനിന്റെ അവകാശികൾ ഉമ്മത്ത് മുഹമ്മദാ, അതിൽ മൂന്ന് വിഭാഗമുണ്ട്. ഈ മൂന്ന് വിഭാഗവും നാളെ കിടക്കുന്നത് എവിടെയാണ്? സഹോദരങ്ങളെ, ആശ്വാസത്തിന്റെ വാക്കാണ് ഉമർ തങ്ങൾ പറഞ്ഞത്, സമാധാനത്തിന്റെ വാക്കാ പറഞ്ഞത്. കുല്ലുഹും ഫിൽ ജന്ന, എല്ലാവരും സ്വർഗ്ഗത്തിലാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നബി തങ്ങളാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആനിന്റെ അനന്തരാവകാശികൾ മൂന്നായി തിരിയുമ്പോ ആ മൂന്ന് കൂട്ടരും സ്വർഗ്ഗത്തിലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഒന്ന് ശ്രദ്ധിക്കുന്ന എന്റെ സഹോദരങ്ങളെ, ഖുർആനിന്റെ അവകാശികളാണ് നമ്മളൊക്കെ. നമ്മൾ തന്നെ മൂന്ന് വിഭാഗമുണ്ട്. മൂന്ന് കൂട്ടരും സ്വർഗ്ഗത്തിലാണ്. മൂന്ന് കൂട്ടരും സ്വർഗ്ഗത്തിലാണ്. പക്ഷെ മൂന്ന് കൂട്ടരും സ്വർഗ്ഗത്തിലാണെന്ന് പറയുമ്പോൾ ഏറ്റ വ്യത്യാസങ്ങൾ വരണ്ടേ? വാപ്പാക്ക് സ്നേഹം ഉള്ളവരുണ്ടാകും, അനന്തരം കൊടുക്കുമ്പോ അല്പസ്നേഹം കുറഞ്ഞവരുണ്ടാകും, തീരെ സ്നേഹം ഇല്ലാത്തവരുണ്ടാകും. ഈ മൂന്ന് മക്കൾക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. മക്കൾക്ക് വാപ്പാക്കും ഉമ്മാക്കും, വീട്ടിലെ തറവാടിലെ ഉപ്പാക്കും ഉമ്മാക്കും സ്നേഹം കൂടുതലുള്ള മക്കളുണ്ടാവും, അല്പസ്നേഹം കുറവുള്ള മക്കളുണ്ടാവും, തീരെ സ്നേഹം ഇല്ലാത്ത മക്കളുണ്ടാവും. അതൊക്കെ മാനുഷിക സ്വഭാവമാണ്, മനുഷ്യന്റെ സ്വഭാവമാണ്. എന്നാൽ അനന്തരം കൊടുക്കുമ്പോ ഈ മൂന്ന് മക്കൾക്കും, സ്നേഹമുള്ളവർക്കും സ്നേഹം കുറഞ്ഞവർക്കും സ്നേഹം തീരെ ഇല്ലാത്തവർക്കും തുല്യമായി വീതിച്ചു കൊടുക്കുന്നവനാണ് മുസ്ലിം. അല്ലാതെ സ്നേഹമുള്ളവർക്ക് അല്പം കൂടുതൽ കൊടുക്കുക, തീരെ സ്നേഹം ഇല്ലാത്തവർക്ക് കുറച്ചു കൊടുക്കുക, സ്നേഹം മധ്യമായുള്ളവർക്ക് അല്പം കൂടി കൂടുതൽ കൊടുക്കുക, അതല്ല. എല്ലാവർക്കും ഖുർആൻ പറഞ്ഞതുപോലെ വീതിച്ചു കൊടുക്കുന്നവനാണ് വാപ്പ. നിങ്ങൾ നോക്ക്, മൂന്ന് വിഭാഗമുണ്ട് ഖുർആനിന് അനന്തരം എടുത്തവർ. അതിൽ ഒരു വിഭാഗം സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചവരാ. രണ്ടാമത്തെ വിഭാഗം മധ്യ നിലപാടുകാരാണ്. നമ്മളൊക്കെ കൂടുതലും ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. മൂന്നാമത്തേത് നന്മയിലെ മുന്നേറിയവരാണ്. നന്മയിലെ മുന്നേറിയവരാണ്. ഈ മൂന്ന് കൂട്ടരും സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. നമുക്ക് ഏത് വിഭാഗത്തിൽ പെടണം? പറയ്. ഒന്നാമത്തെ വിഭാഗം വേണോ, രണ്ടാമത്തെ വിഭാഗം വേണോ, മൂന്നാമത്തെ വിഭാഗം വേണോ? നമ്മൾ ഏത് വിഭാഗം ആഗ്രഹിക്കുന്നവരാണ്? ഒന്ന്, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവര്. രണ്ട്, മധ്യമായ നിലപാട് സ്വീകരിച്ചവര്. മൂന്ന്, നന്മയുടെ വിഷയത്തിൽ മുന്നേറിയവർ. നമുക്ക് ഏത് വിഭാഗത്തിൽ വേണം? പറയ്. ഒന്നില, മൂന്നില്? നമുക്ക് മൂന്നാണ് ആവശ്യം. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പൊ നമ്മൾ ഏതിലാണെന്ന് അറിയാമോ? നമ്മൾ ആഗ്രഹിക്കുന്ന മൂന്നില. പക്ഷെ ഇപ്പൊ നമ്മൾ നിലവിൽ ഏത് വിഭാഗത്തിലാണെന്നറിയോ? കേട്ടോളി, ഒന്നാമത്തെ വിഭാഗത്തിന്റെ അടയാളം പറഞ്ഞുതരാം. മൂന്ന് വിഭാഗത്തിനും 5 അടയാളം വെച്ച് ഞാൻ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചോളി, ഇത് ഏത് വിഭാഗത്തിലാണ് നമ്മൾ ഉള്ളതെന്ന്. അള്ളാഹു നമ്മളെ മൂന്നാമത്തെ വിഭാഗത്തിൽ തന്നെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തെ വിഭാഗം ഖുർആനിന്റെ അനന്തരാവകാശികള് എന്ന് പറഞ്ഞ ഖുർആനിന്റെ ആളുകള്. ഒന്നാമത്തെ വിഭാഗം അല്ല പറയുന്ന സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവനാ. അവൻ 5 അടയാളങ്ങൾ മുഫസ്സിരീങ്ങൾ പറയുകയാ. 5 അടയാളങ്ങളുണ്ട്. ഈ പറയുന്ന അടയാളം ആരുടെ ജീവിതത്തിലുണ്ടോ? എഴുതി വെച്ചോ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവനാണ്. പെങ്ങളെ, ഈ പറയുന്ന 5 അടയാളം
അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചവരാണ്. എന്താണ് ഒന്നാമത്തെ അടയാളം എന്നറിയുമോ? എല്ലാ പരിശുദ്ധമായ ഖുർആനിന്റെ ആയാത്തുകൾ കേൾക്കുന്നവരാ, എല്ലാ സദസ്സിലും പോകുന്നവരാ, എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാ. ഖുർആനിനെതിരെ ആരെന്തെല്ലാം പറഞ്ഞാലും സഹിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നവരാ. അവരാണ് ഖുർആനിന്റെ അവകാശികള്. പക്ഷെ അതിനെ മൂന്നായി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തരംതിരിക്കുമ്പോ അതിൽ ഒന്നാമത്തെ ഏതെന്നറിയുമോ? ളാലിമുൽ ലിനഫ്സിഹി, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരാ. അവരുടെ ഒന്നാമത്തെ അടയാളം കേൾക്കണോ? എല്ലാ ഹറാമുകളെയും അവർ സൂക്ഷിക്കുമെന്ന. ചില ഹറാമുകൾ അവർ ചെയ്തു പോകുന്നവരാ. എല്ലാ ഹറാമുകളെയും അവർ സൂക്ഷിക്കും, പക്ഷേ അവർ ചില ഹറാമുകൾ ചെയ്തു പോകുന്നവരാ. അതുമാത്രമല്ല, ഫർളുകളൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ ചില ഫർളുകൾ അവർ ഉപേക്ഷിക്കുന്നതാണ്. ചില ഫർളുകൾ അവർ ഉപേക്ഷിച്ചു പോകുന്നവരാണ്. ഹറാമുകളൊക്കെ സൂക്ഷിക്കുന്നവരാ. പലിശ വാങ്ങൂല, അതുപോലെ തന്നെ മറ്റുള്ള ഹറാമുകളൊക്കെ സൂക്ഷിക്കുന്നവരാ. പക്ഷേ ഇടയ്ക്കറിയാതെ മദ്യപിച്ചു പോകുന്നവരാ. അതല്ലെങ്കിൽ മദ്യപാനവും വ്യഭിചാരവും ഒക്കെ സൂക്ഷിക്കുന്നവരാ. അറിയാതെ പലിശയിൽ ബന്ധപ്പെട്ട് പോകുന്നവരാണ്. ഹറാമുകളിലെ ചില ഹറാമുകൾ അവരറിയാതെ പ്രവർത്തിച്ചു പോകുന്നവരാണ്. സഹോദരങ്ങളെ, നമ്മൾ ആ വിഭാഗത്തിലല്ലേ ചിന്തിക്കണേ? ഈ അടയാളം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലില്ലേ? ഒരുപാട് സൂക്ഷിക്കാറുണ്ട്. ഹറാമുകൾ ജീവിതത്തിൽ വന്നു പോകാതെ സൂക്ഷിക്കാറുണ്ട്. നമ്മുടെ പൊന്നുമക്കളുടെ പള്ളയിലെ ഹറാമായ ഭക്ഷണം കടന്നു വരാതെ സൂക്ഷിക്കുന്നവരാ. പക്ഷേ അറിയാതെ ഞാനും നിങ്ങളെ ഹറാമുകൾ ചെയ്തു പോയാൽ ആ വിഭാഗത്തെ പറ്റി അല്ല പറഞ്ഞതാണ് ലാലിമെന്ന്. അവൻ അക്രമിയാണ്. അവന് സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചവനാണ്. അതുപോലെ ഫർളുകൾ ചിലതിനെയൊക്കെ വീഴ്ച വരുത്തുന്നവനാണ്. നോമ്പ് റമളാനിൽ പിടിക്കും, ശരി തന്നെ. സക്കാത്തുകൾ കൊടുത്തു വീട്, ശരി തന്നെ. പക്ഷെ നിസ്കാരം അവന് കൃത്യമായി നിർവഹിക്കാൻ കഴിയില്ല. ചിലപ്പോൾ നിസ്കാരവും കറക്റ്റാണ്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തു വീടാറുണ്ട്. പക്ഷെ റമളാനിൽ നോമ്പ് പിടിക്കാത്തവനാ. സഹോദരങ്ങളെ, ഒന്നാമത്തെ അടയാളമാണ് പറഞ്ഞത്. ചില ഹറാമുകൾ അവന് ചെയ്തു പോകുന്നതാ. ചില ഫർളായ കാര്യങ്ങൾ അവൻ അങ്ങ് ഉപേക്ഷിക്കുന്നതാ. അവന്റെ പേര് ലാലിമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, ചെറുപ്പക്കാരാ, ഞാൻ നിങ്ങളും ആ ഒരു വിഭാഗത്തിലല്ലേ? ഒന്നാമത്തെ അടയാളം നമുക്കില്ലേ? എത്ര പേരും ഇശാ നമസ്കരിച്ചെന്ന് ചോദിച്ചാ, എത്ര പേരും മഗ്രിബ് നിസ്കരിച്ചെന്ന് ചോദിച്ചാ, എത്ര പേരും അസ്ർ നിസ്കരിച്ചെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ സദസ്സിലുള്ളവർക്ക് എല്ലാവരും ഒരേ അഭിപ്രായക്കാരായിരിക്കൂല. ഇശാ ഖലായി പോയവര് കാണുമല്ലോ. പോട്ടെ, ഇശാക്ക് ഇനി സമയമുണ്ടെന്ന് വെക്കാം. മഗ്രിബ് ഖലായവരായിരിക്കാം ഒരുപക്ഷെ എന്റെ മുമ്പിലുള്ളത്. അസ്ർ ഖലായവരായിരിക്കാം എന്റെ മുമ്പിലുള്ളത്. അവരുടെ പേര് ഖുർആൻ പറഞ്ഞു. ഖുർആനിന്റെ ആളുകളൊക്കെ തന്നെയാണ്. പക്ഷെ അവർ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരാ. അവർ സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചവരാണ്. രണ്ടാമത്തെ അടയാളം ഏതെന്നറിയോ? പാതിരാത്രി കിടന്നുറങ്ങുമ്പോ സഹോദരി, നീ ഇന്ന് നിന്റെ വീട്ടിൽ ചെല്ലുക. ഇന്നത്തെ രാത്രി കിടക്കാൻ പായ വിരിക്കുമ്പോ, നീ ബെഡ്ഷീറ്റ് വിരിച്ച് കിടക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ, ഇന്ന് സുബഹിന്റെ സമയം മുതൽ നീ ചെയ്ത നന്മകളെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്യ. ഇന്ന് സുബഹി മുതൽ ചെയ്ത നന്മകൾ നീ ഒന്ന് പരിശോധിക്ക്. എന്നിട്ടോ നീ ഇന്ന് രാവിലെ സുബഹി മുതൽ ചെയ്ത തിന്മകളും ഒന്ന് പരിശോധിക്ക്. രാത്രി കിടക്കാൻ നേരം വരെ എന്തെല്ലാം നന്മകൾ നീ ചെയ്തോ, എന്തെല്ലാം തിന്മകൾ നീ ചെയ്തോ, ഇതെല്ലാം ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ നീ ലാലിം എന്ന വിഭാഗത്തിൽ പെട്ടതിന്റെ അടയാളം നിനക്ക് കാണാ. നന്മകളെക്കാൾ നീ ചെയ്ത തിന്മകളാണ് കൂടുതലെങ്കിൽ ഇന്ന് നീ നിർവഹിച്ച നിസ്കാരവും, നീ നിർവഹിച്ച സദഖകളും, നീ നിർവഹിച്ച ദിക്റുകളും, ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് നീ നിന്റെ തിന്മകൾ കൂടെ പരിശോധിക്കുക. എത്ര ഫസാദ് പറഞ്ഞു, എത്ര പരദൂഷണം പറഞ്ഞു, എത്ര പേരെ കളിയാക്കി, എത്ര പേരെ ആക്ഷേപിച്ചു, ആരെല്ലാം നീ നോക്കി, എന്തെല്ലാം നീ പ്രവർത്തിച്ചു, ഇതെല്ലാം കണക്ക് കൂട്ടുമ്പോ നിന്റെ നന്മകളൊക്കെ തിന്മയാണ് കൂടുതലുള്ളതെങ്കിൽ മുഫസ്സിരീങ്ങൾ പറയുന്നു നീ ലാലിമിൽ പെട്ടവനാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രാത്രി ഒന്ന് കിടക്കുമ്പോ സഹോദരിമാരെ വാട്സപ്പ് ഒന്ന് മാറ്റിവെക്കി. രാത്രി മുഴുവൻ കിടന്നുറങ്ങാതെ നേരെ പുലരുന്നത് വരെ വാട്സപ്പ് എടുത്ത് കളിച്ച് മെസ്സേജ് വിടുന്ന പെണ്ണെ,
നിനക്കറിയുമോ, നീ രാത്രി കിടക്കാൻ നേരത്ത് നിന്റെ ജീവിതത്തിൽ അന്ന് സുബഹി മുതൽ ചെയ്ത നന്മകളെ ഒന്ന് കൂട്ടി നോക്ക്, എന്നിട്ട് നീ ചെയ്ത തിന്മകളും ഒന്ന് കൂട്ടി നോക്ക്. നിനക്കറിയാം നീ ലാലിമാണോ, നീ അക്രമിയാണോ എന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. നിന്റെ നന്മകളെക്കാ നിന്റെ തിന്മകൾ അധികരിച്ചു പോയാൽ അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു നീ ലാലിമാണ്. തീരുന്നില്ല, അടയാളം തീരുന്നില്ല. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആന്റെ മുഫസ്സിരീങ്ങൾ പറയുകയാണ് അവന് ഖുർആൻ ഓതുന്നവരാണ്, പക്ഷേ അതുകൊണ്ട് ഒരു അമലും അവർ ചെയ്യുന്നവരല്ല. ഖുർആനൊക്കെ ഓതും, പക്ഷെ അമല് ചെയ്യൂല. നമ്മളൊക്കെ ആ വിഭാഗത്തിലല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഖുർആൻ ഓതുന്നതിന് വല്ല കുറവുണ്ടോ? റമദാൻ മാസത്തിൽ ഏറ്റവും കുറഞ്ഞ 10 ഖത്തം തീർക്കും, പക്ഷേ ഔറത്ത് മറയ്ക്കുന്ന വിഷയത്തിൽ അവൾ പിന്നിലാണ്. എല്ലാ ആഴ്ചകളിലും ഓരോ ജുസ്ഉ തീർക്കും, പക്ഷേ അവന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്ന വിഷയത്തിൽ പിന്നിലാണ്. അവൻ ലാലിമാണെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആന്റെ ആള് തന്നെയാണ്, പക്ഷേ അവൻ ഒന്നാമത്തെ വിഭാഗമാണ്. അവൻ എന്താ സംഭവിക്കാൻ പോകുന്നത് പറയാം. അവൻ എന്താ സംഭവിക്കാൻ പോകുന്നത് ഉടനെ ഞാൻ പറയാം. അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ഖുർആനൊക്കെ നല്ലതുപോലെ വലിയ അക്ഷരത്തിലുള്ള ഖുർആനും ചെറിയ അക്ഷരത്തിലുള്ള ഖുർആനും വലിച്ചും കുറച്ചുമൊക്കെ നമ്മൾ ഓതാറുണ്ട്. നമ്മൾ ഒരുപാട് ഖുർആൻ കേൾക്കാറുണ്ട്, ഒരുപാട് ഖുർആൻ നമ്മൾ കേട്ട് ആസ്വദിക്കാറുണ്ട്, ഖുർആൻ നമ്മൾ മണിക്കൂറുകളോളം കേൾക്കാറുണ്ട്, ഓതാറുണ്ട്. പക്ഷേ അത് അമല് ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയാൽ അവന്റെ പേര് ലാലിമാണെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. 3 അടയാളായി മറക്കരുത്. ഖുർആനിന്റെ അവകാശികളിൽ ഒന്നാമത്തെ വിഭാഗം സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിക്കുന്നവനാണ്. അവന്റെ അടയാളം ചില ഹറാമുകൾ ചെയ്യും, ചില ഫർളുകളൊക്കെ അവൻ ഉപേക്ഷിക്കും. അതുപോലെ തന്നെ അവന്റെ നന്മയും തിന്മയും അളന്നു നോക്കുമ്പോൾ നന്മയേക്കാൾ തിന്മയാണ് കൂടുതൽ. മൂന്നാമത്തേത് ഖുർആൻ പാരായണം ചെയ്യും, പക്ഷേ അത് അമല് ചെയ്യാൻ അവൻ തയ്യാറല്ല. തീരുന്നില്ല. 4ാമത്തെ അടയാളം ഏതാണ്? അവൻ അല്ലാഹനെ ഇഷ്ടപ്പെടുന്നവനാണ്, പടച്ച തമ്പുരാനെ ഇഷ്ടപ്പെടുന്നവനാണ്, കാമിക്കുന്നവനാ. പക്ഷെ എന്തിനു വേണ്ടി കേട്ടെന്നറിയോ? ദുനിയാവിന് വേണ്ടി കേട്ടാണ്. അവന്റെ കാര്യങ്ങൾ മുടങ്ങാതെ നടക്കണം, അവന്റെ ഭാര്യയുടെ ജോലി നടക്കണം, അവന്റെ മക്കളുടെ വിദ്യാഭ്യാസം നടക്കണം. അവന് പരലോകമല്ല ലക്ഷ്യം, അവന് ദുനിയാവാണ്. അവന്റെ പാർട്ടി വിജയിക്കണം, അവന്റെ സംഘടന വിജയിക്കണം, അവന്റെ നല്ല കാര്യങ്ങൾ നടക്കണം. ഈ കാര്യങ്ങളാണ് അവനുള്ളത്. ദുനിയാവിന് വേണ്ടി അവൻ അല്ലാഹനെ സ്നേഹിക്കുന്നവനാ, പരലോകം അവന് ലക്ഷ്യമില്ല. അവന് സ്നേഹിക്കുന്നത് അല്ലാഹുവിനെ തന്നെയാണ്, പക്ഷേ ദുനിയാവിന് വേണ്ടി കേട്ടാണ്. ഞാനും നിങ്ങളും അങ്ങനെയല്ലേ സ്നേഹിക്കുന്നത്? സഹോദരങ്ങളെ, മഴയില്ലാതെ കഷ്ടപ്പെടുമ്പോ റബ്ബിനെ വിളിക്കുകയാ, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്തിനാണ് പടച്ചവനെ, എന്തിനാണ്? ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടി കേട്ടാണ്. മഴയില്ലാതെ വെള്ളം കിട്ടാതെ വിഷമിച്ചപ്പോ, അവന്റെ കന്നുകാലികള് വെള്ളം കിട്ടാതെ ചത്തൊടുങ്ങിയപ്പോ, അവന്റെ കൃഷിയിടങ്ങൾ നശിച്ചപ്പോ, അവന്റെ ജീവിതത്തിൽ കുടിവെള്ളമില്ലാതെ വിഷമിക്കുന്ന ഘട്ടത്തില് അവൻ അല്ലാഹനെ വിളിച്ചു പ്രാർത്ഥിച്ചവനാ, ദുആ ചെയ്തവനാ. അത് ദുനിയാവിന് വേണ്ടി കേട്ടാണ്. പരലോകം ഇന്നേവരെ അവനെ ചോദിച്ചിട്ടില്ല. സഹോദരിമാരെ, ദ്വാരക്കും എന്റെ ഭർത്താവിന് നല്ല കച്ചവടം കിട്ടണയല്ല, നല്ല ഉദ്യോഗം കിട്ടണയല്ല, നല്ല ജോലി ഗൾഫിൽ കിട്ടണയല്ല, ശമ്പളം നല്ലതുപോലെ കിട്ടണേ എന്ന് ദ്വാരക്കുന്ന പെങ്ങള്, ഖബറിന് വേണ്ടി നീ ദ്വാരന്നിട്ടില്ല, ആഖിറത്തിന് വേണ്ടി ദ്വാരന്നിട്ടില്ല. നിന്റെ പേര് മുഫസ്സിരീങ്ങൾ പറഞ്ഞതെന്താണ്? അക്രമി എന്നാണ്, ലാലിമെന്നാ. തീരുന്നില്ല സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ പരിശുദ്ധ ഖുർആനിന്റെ അനന്തരാവകാശികളില് ഒന്നാമത്തെ വിഭാഗത്തിന്റെ അടയാളം ഈ 5 എണ്ണമാണ്. തീരുന്നില്ല, പറയാൻ നമുക്ക് സമയമില്ല. ദുനിയാവിന് വേണ്ടി അല്ലാഹനെ പ്രണയിക്കുന്നവന് അതുപോലെ ഖുർആൻ ഓടുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് അമല് ചെയ്യുന്നില്ല. അതുപോലെ നന്മയേക്കാൾ തിന്മയാണ് ധാരാളമുള്ളത്. അതുപോലെ ചില ഹറാമുകൾ ചെയ്യാൻ അവന് മടിയില്ല, ചില ഫർളുകൾ ഉപേക്ഷിക്കുന്നതിന് അവന് യാതൊരു മടിയുമില്ല. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ ചെയ്യുന്നവനാരോ
അവന്റെ പേരാണ് ലാലിമെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. അവന്റെ പരലോകത്തിന്റെ അവസ്ഥ കൂടെ ഞാൻ പറയട്ടെ. ഈ വിഭാഗത്തിൽ പെടല്ലേ എന്റെ പാറക്കടവുകാരാ, എന്റെ പാറക്കടവിലുള്ള പെങ്ങളോട്, ചെറുപ്പക്കാരനോട്, എന്നെ ശ്രവിക്കുവാൻ ഓടിയെത്തിയ എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഈ വിഭാഗത്തിൽ പെട്ടുപോകല്ലേ. അള്ളാന്റെ റസൂല് പറയുന്നു, ഇവരുടെ അവസ്ഥ എന്താകുമെന്നറിയോ? നാളെ പരലോകത്തവരെ കടന്നു വരുമ്പോ സ്വർഗം അവർക്ക് കിട്ടുമതൊക്കെ ശരി തന്നെയാണ്. അള്ളാന്റെ സ്വർഗത്തിലവരെ അല്ല പ്രവേശിപ്പിക്കും, അതിൽ സംശയമില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത്? യുഹാസബൂന ഫീ തൂലിൽ മഹ്ശരി, അള്ളാന്റെ കോടതിയിൽ അവരെ നിർത്തുന്നതാണ്. ഒരു വെയിലത്ത് ഒരു ചാൻ മുകളിൽ കപ്പിച്ചൊലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പട്ടറ താപം കൊണ്ട് വിറയ്ക്കുന്ന മഹ്ശറ വനസഭയുണ്ടല്ലോ. ഒടുതുണിക്ക് മറുതുണിയില്ല, നൂല് ബന്ധം പോലും ഇല്ലാതെ, ആരോരും സഹായിക്കാനില്ലാതെ നട്ടം തിരിയുന്ന മഹ്ശറ. വാപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, അനുയായികളില്ല, നേതാക്കന്മാരില്ല, ആരുമില്ല. അവരെല്ലാവരും മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമ്പോ സഹോദരങ്ങളെ, അള്ളാഹു അവിടെ നിന്നൊരു ചാൻ, ഒരു കാല് പോലും മാറ്റിച്ചവിട്ടാൻ അനുവദിക്കാതെ അള്ളാഹു അവിടെ നിർത്തിയവനെ പൊരിവെയിലിട്ട് നിർത്തുന്നതാ. അവൻ നിന്ന് വിയർക്കുന്നതാ. അവസാനം അവനെ അള്ളാഹു രക്ഷപ്പെടുത്തും. സഹോദരങ്ങളെ, ആ വിഭാഗമാണ് സ്വർഗത്തിന്റെ അകത്തളത്തിലോട്ട് കടന്നു പോയാൽ അവര് വിളിച്ചു പറയുന്നത് എന്താണ്? അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നൽ ഹസന ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയല്ല. ഏത് റബ്ബാണ്? അദ്ഹബ അന്നൽ ഹസന, മഹ്ശറയിൽ നിർത്തി എന്നെ വേദനിപ്പിച്ച വേദന മാറ്റിയിട്ട് അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമ, അല്ലാഹുവിന്റെ സുഖലോലുവ സ്വർഗ്ഗത്തിൽ എന്നെ പ്രവേശിപ്പിച്ചു. ലാ യമസ്സുനാ ഫീഹാ നസബുൻ വലാ യമസ്സുനാ ഫീഹാ ലൂബ്. ഇന്ന് രാത്രി ഒന്ന് ചെന്നിട്ട് സൂറത്തുൽ ഫാത്തിർ ഒന്ന് മറിച്ചു നോക്ക്. എന്നിട്ട് ഈ ആയത്തുന്നോറ് പെങ്ങള്, ഈ ആയത്തുന്നോറ് ചെറുപ്പക്കാരാ, എന്നിട്ട് മനസ്സിലാക്കിക്കോ, നാളെ പരലോകത്തെ സുഖലോലഭ സ്വർഗത്തിലോട്ട് കടന്നു പോയാൽ അവന് പറയും, അൽഹംദുലില്ലാഹ്, എന്നെ രക്ഷപ്പെടുത്തിയ റബ്ബിനാണ് സർവസ്തോത്രം എന്ന് പറഞ്ഞ് അവനെ ഹംദ് പറഞ്ഞിട്ട് പറയുന്നത് എന്തെന്നറിയോ? അല്ലാഹുവേ, നീ ഇവിടെ എന്നെ പ്രവേശിപ്പിച്ചല്ലോ സ്വർഗത്തിൽ. ഇവിടെ സന്ദേഹങ്ങളില്ല, ഇവിടെ സങ്കടങ്ങളില്ല, ഇവിടെ എല്ലാ വിഷമങ്ങളും മാറുകയാ, ഇവിടെ എല്ലാ ദുഃഖങ്ങളും മാറുകയാ, ഇവിടെ യാതൊരു വിഷമങ്ങളില്ല, പ്രയാസങ്ങളില്ല എന്ന് പറഞ്ഞു സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ, ആഹ്ലാദത്തിന്റെ നിർവൃതിയുടെ സങ്കേതമായ സുഖലോലഭ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ ആ വിഭാഗത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ലാലിമുല്ലി നഫ്സിഹി, സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിക്കുന്നവര്. എന്തൊക്കെ അടയാളം? അവരവരെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട, നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട, നമ്മൾ നമ്മുടെ കാര്യം ഒന്ന് പരിശോധിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുനിയാവിന് വേണ്ടിയിട്ടല്ലേ അള്ളാഹിനെ സ്നേഹിക്കുന്നത്? ഒന്ന് ചിന്തിക്കുക, 5 മിനിറ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചേ. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ദുനിയാവിന് വേണ്ടിയാണോ? അല്ലേ? ഒരപകടം പറ്റി ഉടനെ നമ്മൾ നേർച്ചയാക്കും, അല്ലാഹുവേ, അടുത്ത ചെറുമോത്തെ സ്വലാത്തിന് വേണ്ടി ഞാൻ ആഹാരം നേർന്നേക്കാം, ആഹാരം ഞാൻ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഞാൻ ഇത്ര രൂപ പള്ളിക്ക് കൊടുത്തേക്കാം, പാവപ്പെട്ടവനെ സഹായിച്ചേക്കാം. ഒരാപത്ത് വരുമ്പോ ആ ആപത്തിൽ അല്ലാഹു രക്ഷപ്പെടുത്തിയാലോ പഴയതിനേക്കാൾ 10 മടങ്ങ് ഏറ്റവും വലിയ മോശപ്പെട്ട ജീവിതം നയിക്കുന്നവരാണ്. ശരിയല്ലേ? കടലിൽ മീൻ പിടിക്കാൻ പോയ ഒരുത്തന് വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ പോയപ്പോഴാണ് അവൻ അതിനകത്ത് കിടന്ന് പ്രാർത്ഥിച്ചു, രക്ഷപ്പെട്ടാൽ 1000 പേർക്ക് ഞാൻ ബിരിയാണി വെച്ച് കൊടുത്തേക്കാം. ഭക്ഷണം കൊടുക്കുന്ന പുണ്യമാണല്ലോ. കടലിന് നടുക്കായി പോയ മനുഷ്യന് ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. 1000 പേർക്ക് ഞാൻ ബിരിയാണി വെച്ച് കൊടുത്തേക്കാം. ഭക്ഷണം കൊടുക്കുന്ന പുണ്യമാണ്. ഒരു തിരമാല വന്ന് അവനെ നേരെ കൊണ്ടുവന്നിട്ട് കരയിലടിച്ചു. കരയിൽ വന്ന് വീണ് അവൻ രക്ഷപ്പെട്ടു. ഇനി ഒരു പ്രശ്നമില്ലല്ലോ, ഇനി ഒന്നും പേടിക്കാനില്ല. അവൻ എഴുന്നേറ്റിരുന്നിട്ട് ചോദിച്ചു, ഓ, എന്ത് ബിരിയാണിയാ, എന്ത് ബിരിയാണി. അടുത്ത തിരമാല വന്നത് അവൻ അറിഞ്ഞില്ല. അവനെ വീണ്ടും കൊണ്ടുപോയി കടലിന്റെ നടുക്കേക്ക് അവനെ വീണ്ടും കൊണ്ടുപോയി. അവൻ വീണ്ടും വെള്ളത്തിലേക്ക് മുങ്ങിത്താഴുമ്പോൾ അവൻ പറഞ്ഞു, പടച്ചോനെ, ഞാൻ നിന്നെ കളിയാക്കിയതല്ല. എന്ത് ബിരിയാണി എന്ന് ചോദിച്ചത് മട്ടനാണോ ചിക്കനാണോ ബീഫാന്ന് ചോദിച്ചതാ, അല്ലാതെ കളിയാക്കിയതല്ല.
ഇന്നും മനുഷ്യൻ ആപത്ത് വരുന്ന സമയത്ത് അള്ളാഹയെ വിളിക്കും. നമ്മൾ സ്നേഹിക്കുന്ന ദുനിയാവിന് വേണ്ടിയിട്ടല്ലേ? ആണ്. അല്ലാന്ന് ആരും പറയണ്ട. കഴിഞ്ഞ വർഷമൊക്കെ, കഴിഞ്ഞ 1.5 കൊല്ലത്തിന് മുമ്പ് മഴയില്ലാതെ വിഷമിച്ച ഒരു സമയമുണ്ടായിരുന്നു. നമുക്കറിയാം 2016 നമ്മളോട് ഗുഡ് ബൈ പറഞ്ഞപ്പോൾ 30% മഴ നമുക്ക് ലഭ്യമില്ലാത്ത അവസ്ഥയിലാണ് 2017 കടന്നു വന്നത്. 30% മഴയില്ല. നിങ്ങൾ എന്താ ആലോചിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? വെള്ളം അള്ളാഹു തരാതിരുന്നാൽ, മഴ റബ്ബ് നമുക്ക് തരാതിരുന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ അപ്പന്മാർ, നമ്മുടെ വാപ്പമാര് പുഴയിലും നദിയിലും വെള്ളം കണ്ടു അല്ലേ? അവരൊക്കെ കുളിച്ചത് എവിടെ നിന്നാണ്? ഒന്ന് പറയും, ഇങ്ങനെ ഇരിക്കാതാ. പുഴയെന്ന തോട്ടിന്നാണ് അവർ വെള്ളം കോരി കുടിച്ചത്. നമ്മുടെ വാപ്പമാര് അത് കിണറിൽ കണ്ടു അല്ലേ? അവർ വെള്ളം കോരിയത് കിണറിൽ നിന്നാണ്. തുണി കഴുകാൻ കോരിയത് കിണറിൽ നിന്നാണ്. മക്കളായ നമ്മൾ പൈപ്പിൽ കണ്ടു അല്ലേ? നമ്മളാരും നമ്മുടെ വീട്ടിൽ പോയ കിണർ കാണാനുണ്ടോ? കിണറൊക്കെ അണ്ടർഗ്രൗണ്ടിലാണ്, കിണർ കാണാനില്ല. നമ്മുടെ മക്കളോ മിനറൽ വാട്ടറിലാണ് കണ്ടിരിക്കുന്നത്, കുപ്പിവെള്ളം. അവര് പൈപ്പ് കാണുന്നില്ല. ഇനി അവരുടെ മക്കൾ എവിടെയാണ് ഇനി വെള്ളം കണ്ടെത്തുക? ഒന്ന് സങ്കല്പിച്ചു നോക്കെന്റെ പ്രിയപ്പെട്ടവരെ. വെള്ളമില്ലാത്ത 1.5 കൊല്ലങ്ങൾക്ക് മുമ്പ് ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മലപ്പുറം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നമസ്കാരം നടന്നു. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നിസ്കാരം നടന്നു. മഴയെ തേടിയുള്ള നിസ്കാരം. പള്ളി കയറാത്തവനും പിന്നെ 5 വക്കത്തും പള്ളിയിൽ വരാൻ തുടങ്ങി. തഹജ്ജുദിനും ളുഹാക്കും പള്ളിയിൽ വരാൻ തുടങ്ങി. നിസ്കാരം കഴിഞ്ഞ് നിന്ന പിണങ്ങി പിടിച്ചോ തമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടുന്നവരൊക്കെ പിന്നെ കൈനീട്ടി ദുആറക്കാൻ തുടങ്ങി. ദുആ ചെയ്യാത്തവരൊക്കെ ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുവേ, ഞങ്ങൾക്ക് മഴ തരണം, വെള്ളമില്ല, പടച്ചവനെ ആകെ കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞ് കണ്ണീരൊലിപ്പിച്ചപ്പോൾ ആരുടെയോ കണ്ണീര് കണ്ടിട്ട് പടച്ച തമ്പുരാൻ വെള്ളം കൊടുത്തു. മഴ പെയ്തു. സമൃദ്ധമായി മഴ പെയ്തപ്പോ പിറ്റേന്ന് സുബഹിക്ക് പള്ളിയിൽ ആരുമില്ല. ചോദിച്ചു, കാക്ക എന്താ പള്ളി വരാത്തെ? മഴയല്ലേ. മഴ പിന്നെ എങ്ങനെ പള്ളിയിൽ വരുമെന്ന്. ഇന്നലെ ഇശാക്ക് വന്നതോ മഴ ഇല്ലാത്തത് കൊണ്ടാ. ഇന്നല്ല വെള്ളം കൊടുത്തപ്പോ പള്ളി വരുന്നില്ല. നമ്മൾ അല്ലാഹ് ഇഷ്ടപ്പെടുന്നത് ഏതിന്റെ പേരിലാണ്? റബ്ബ് നമുക്ക് എന്തെങ്കിലും ഒന്ന് തടഞ്ഞു നോക്കട്ടെ, അപ്പോഴറിയാം. അള്ളാഹു നമുക്കുള്ള സമ്പൽ സമൃദ്ധി ഒന്ന് തടഞ്ഞു നോക്കട്ടെ, നമുക്കറിയാം. ആ സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ മുട്ടിട്ടിടിച്ച് കരഞ്ഞ് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിനോട് നമ്മൾ വിളിക്കും. അള്ളാഹു നമുക്കെല്ലാം ഒന്ന് തിരിച്ചു തന്നാലോ അള്ളാഹെ നമ്മൾ മറക്കും. ആ ഒരു സ്വഭാവക്കാര് നമ്മളാണെങ്കിൽ 1ാമത്തെ വിഭാഗത്തിലല്ലേ നമ്മൾ മഹ്ശറയിൽ പോരി വെയിലത്ത് നിന്ന് കഷ്ടപ്പെട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷത്തിന് സമാനമാണ്. ചിന്തിക്കാൻ പോലും പറ്റൂല പ്രിയപ്പെട്ടവരെ, ചിന്തിക്കാൻ പോലും പറ്റൂല. അത്രയും കൊല്ലം നമ്മൾ അവിടെ കഷ്ടപ്പെട്ടതിന് ശേഷം ഒരു വേള അള്ളാഹു എങ്ങനെയെങ്കിലും നമ്മളെ ഒരു നദിയിലിറക്കി കുളിപ്പിച്ച്, നെഹ്റുൽ ഹയാത്ത് എന്ന് പറയുന്ന ഒരു നദിയിലിറക്കി ഒന്ന് മുക്കിയെടുക്കും. എന്നിട്ട് നേരെ അങ്ങ് കൊണ്ടുപോകും. അള്ളാഹു നമുക്ക് ആ വിഭാഗത്തിൽ ഉൾപ്പെടേണ്ട ഒരു ഗതികേട് അള്ളാഹു വരുത്താതിരിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2ാമത്തെ 2 വിഭാഗം നമുക്ക് നോക്കാം. ഇനിയുള്ള 2 വിഭാഗം നമുക്ക് നോക്കാം. അള്ളാഹു നമ്മളെ 3ാമത്തെ വിഭാഗത്തിൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 3ാമത്തെ വിഭാഗത്തിൽ തന്നെ പടച്ചതമ്പുരാൻ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ 1ാമത്തെ വിഭാഗം സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചവനാണ്. അവന്റെ അടയാളമാണ് പറഞ്ഞത്. ഒന്ന് ദുനിയാവിന് വേണ്ടി റബ്ബിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുപോലെ തന്നെ ഖുർആനോടും പക്ഷെ അമൽ ചെയ്യൂല. അതുപോലെ നന്മതിന്മകൾ അളന്നു നോക്കുമ്പോൾ തിന്മ കൂടുതലാ. അത് മാത്രമല്ല, ചില ഹറാമുകൾ അവന് ചെയ്യുന്നവനാ, ചില ഫർളുകൾ അവൻ ഉപേക്ഷിക്കുന്നവനാ. ഇവനെ പറ്റി അല്ലാഹു പറഞ്ഞ ലാലിമെന്നാണ്. എന്നാൽ ഖുർആൻ പറഞ്ഞ 2ാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹ് തന്നെ പറയട്ടെ, വമിൻഹും മുഖ്തസിദ് വമിൻഹും മുഖ്തസിദ്. ആ 2ാമത്തെ വിഭാഗം മധ്യനിലപാടുകാരാ. സഹോദരങ്ങള്, ഈ ഇരിക്കുന്നവരിൽ സിംഹഭാഗവും ഒരു പക്ഷേ ആ വിഭാഗക്കാരായിരിക്കാം. എന്താണ് ആ വിഭാഗത്തിന്റെ അടയാളമെന്നറിയുമോ? അള്ളാഹു നമ്മളെ ഈ വിഭാഗത്തിലെങ്കിലും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ 2ാമത്തെ വിഭാഗത്തിന്റെ അടയാളം എന്തെന്നറിയോ? അവര് ഹറാമ് ചെയ്യൂല. അവര് ഒരു ഹറാമ് ചെയ്യൂല. അവര് ജീവിതത്തിൽ വളരെ സൂക്ഷ്മതയോടെ
ജീവിക്കുന്നവരാ. ഒരു ഹറാം അവര് ചെയ്യൂല. അവര് പലിശ വാങ്ങൂല, മദ്യപിക്കൂല, വ്യഭിചരിക്കൂല. അവര് ഹറാമുകൾ സൂക്ഷിക്കുന്നവരാ. പക്ഷേ അവര് കറാഹത്തുകൾ ചെയ്യുന്നവരാണ്. കറാഹത്ത് അവര് ചെയ്യുന്നവരാ. ഹറാം അവർ ഉപേക്ഷിക്കും. പക്ഷേ കറാഹത്തുകൾ ജീവിതത്തിൽ അവർ വാരിക്കൂട്ടിയവരാണ്. ഒരു ഫർളും അവർ ഉപേക്ഷിക്കൂല. ഇന്നേ വരെ ഒരു വഖ്ത് പോലും മുടക്കിയിട്ടില്ല. ഇന്നേ വരെ ഒരു നോമ്പ് പോലും വിട്ടിട്ടില്ല. ഇന്നേ വരെ സക്കാത്ത് കൊടുക്കാതിരുന്നിട്ടില്ല. പക്ഷേ അവരൊരൊറ്റ സുന്നത്ത് പോലും ചെയ്യൂല. ഒരു സുന്നത്ത് പോലും ജീവിതത്തിൽ അവർ ചെയ്യൂല. ഈ വിഭാഗക്കാരല്ലേ നമ്മൾ സഹോദരങ്ങളെ? ചിന്തിക്കണേ. ഫർള് നിസ്കാരം നമ്മൾ ഉപേക്ഷിക്കൂല. ജീവിതത്തിൽ ഫർള് ഉപേക്ഷിക്കുന്നവര് ഉടലിൽ നിന്ന് തലയെടുത്തു മാറ്റും പോലെ വേദനിക്കുന്നവരാ. പക്ഷേ പള്ളിയിൽ ചെന്നാൽ പെട്ടെന്ന് ളുഹറങ്ങ് നിസ്കരിക്കുന്നവരാ. പക്ഷെ അതിനു മുമ്പുള്ള റക്അത്തുകൾ നിസ്കരിക്കൂല. സുന്നത്തുകള് അതിനുശേഷമുള്ള റക്അത്തുകൾ നിസ്കരിക്കൂല. അവര് കറാഹത്ത്, അവര് സുന്നത്തായ അമലുകൾ ഉപേക്ഷിക്കുന്നവരാ. റമളാനിൽ 30 നോമ്പും പിടിക്കുന്നവരാ. പക്ഷേ തിങ്കളും വേടനും സുന്നത്ത് ദിവസങ്ങളല്ലേ? തിങ്കളും വേടനും നോമ്പ് പിടിക്കേണ്ട, സുന്നത്ത് നോമ്പ് പിടിക്കേണ്ട ദിവസങ്ങളല്ലേ? അവര് ബറാത്തിന് നോമ്പ് പിടിക്കൂല, അറഫ നോമ്പ് പിടിക്കൂല, മിറാജിന്റെ നോമ്പ് പിടിക്കൂല, താസുഅ ആശൂറ നോമ്പ് പിടിക്കൂല. അവര് സുന്നത്തായ നോമ്പുകൾ ഉപേക്ഷിക്കുന്നവരാ. അവര് സക്കാത്ത് കറക്റ്റായി കൊടുക്കുന്നവരാ. അവര് കറക്റ്റായി കൃത്യമായി തന്നെ അവരളന്നിട്ട് അവര് സക്കാത്തിന്റെ മുതൽ കൊടുക്കുന്നവരാ. പക്ഷെ സ്വതക്ക ഒരു പൈസ ആർക്കും കൊടുക്കൂല. അവര് പറയുന്നത് എന്തെന്നറിയോ? ഞങ്ങള് കൊടുക്കാതെ റമളാന് കൊടുത്തു, ഞങ്ങള് കണക്ക് നോക്കി സക്കാത്ത് കൊടുത്തവരാ. പാവപ്പെട്ടവന് കൈ നീട്ടുമ്പോ 1 രൂപയുടെ നാണയപ്പുട്ട് പോലും അവന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുക്ക ഇവന് തയ്യാറാകുന്നതല്ല. ഇവന്റെ പേര് മുഖത്തസിദെന്നാണ്. അതുപോലെ ഹറാമൊക്കെ അവന് സൂക്ഷിക്കും. ഒരിക്കലും വെള്ളമടിക്കൂല, ഒരിക്കലും വിഭജിക്കൂല, ഒരിക്കലും അവന് പലിശ വാങ്ങൂല. പക്ഷേ അവന്റെ ജീവിതത്തിലെ കറാഹത്തുകൾ അവൻ വാരി കൂട്ടുന്നതാണ്. അവൻ തുപ്പുന്നത് മുമ്പോട്ടാണ്, അവന് തുപ്പുന്നത് വലത്തോട്ടാണ്. അത് കറാഹത്തല്ലേ, കറാഹത്തല്ലേ. അവന് ദാടി വെക്കൂല, അവന് തൊപ്പി വെക്കൂല. സഹോദരങ്ങളെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇന്ന് എത്രയോ സ്ഥലങ്ങളിലാണ് വലിയ വലിയ എഴുത്തുകാരൻ അവകാശപ്പെടുന്നവര്. ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മലയാളത്തിന്റെ ഒരു ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജില് ഒരു വലിയ എഴുത്തുകാരൻ എന്ന് അവകാശപ്പെടുന്ന ഒരു പുള്ളി ഒരു വലിയ ലേഖനം കൊടുത്തു. ആ ലേഖനത്തിൽ അദ്ദേഹം ദാടിയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതി, അയാൾക്ക് ദാടിയില്ല. അയാൾ പറഞ്ഞ ന്യായം എന്തെന്നറിയോ? കേരളത്തിലെ തീവ്രവാദികൾക്ക് ദാടിയുണ്ട്, അതുകൊണ്ട് ദാടി ഞാൻ ഒഴിവാക്കി. ദാടി സുന്നത്തല്ല. ഞാൻ ആ സഹോദരനോട് വാട്സപ്പിൽ ഒരു മെസ്സേജ് കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, തീവ്രവാദികൾക്ക് ഭാര്യമാരുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യ അതിന്റെ പേരിൽ ഉപേക്ഷിക്കുമോ? അദ്ദേഹത്തിന് വല്ലാതെ നൊന്തുപോയി. പിറ്റേ ദിവസം അദ്ദേഹം ആ രീതിയിൽ തന്നെ വാട്സപ്പിലൂടെ മോശമായി കമന്റ് എഴുതി. സഹോദരങ്ങളെ, അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്, അറിയപ്പെടുന്ന പത്രപ്രവർത്തകനാണ്. ആ പത്രത്തിൽ തന്നെ ഞാൻ നിരൂപണം കൊടുത്തു. ആ പത്രത്തിൽ തന്നെ ഞാൻ എഡിറ്റോറിയൽ ബോർഡിനെ വിളിച്ചിട്ട് ബെഞ്ചിനോട് പറഞ്ഞു, എന്റെ പ്രതികരണം നിങ്ങൾ കൊടുക്കണം, അത് നിർബന്ധമാണ്. ആ പത്രത്തിൽ വന്നതിന്റെ പേരില് എനിക്ക് ബാധ്യതയുണ്ട്, അതിനെതിരെ സംസാരിക്കേണ്ട ബാധ്യത, അതുകൊണ്ട് നിങ്ങളത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ 3-ാം ദിവസത്തിൽ ആ പത്രത്തിൽ അതിന്റെ നിരൂപണം വന്നു, അതിന്റെ പ്രതികരണ പേജിൽ വന്നു. ഡാഡി അവഹേളിക്കുന്നു, നിസ്കാരം കറക്റ്റായി നിർവഹിക്കുന്നവരാ, അതുപോലെ കൃത്യമായി നോമ്പ് പിടിക്കുന്നവരാ, പക്ഷെ സുന്നത്തായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവരാ, അവരെ ഹറാമുകൾ ഉപേക്ഷിക്കുന്നവരാ, അവര് കള്ളുകുടിയെ ഭയക്കുന്നവരാ, പലിശയെ പേടിക്കുന്നവരാ, വ്യഭിചാരത്തോട് മാറി നിൽക്കുന്നവരാ, പക്ഷെ അവര് കറാഹത്തുകൾ വാരിക്കൂട്ടുന്നതിന് മടിയില്ലാത്തവരാ. അങ്ങനെയുള്ള വിഭാഗമാണ് മുഖത്തസദീങ്ങളെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പരിചയപ്പെടുത്തുകയാണ്. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മളായ വിഭാഗത്തിലല്ലേ? അള്ളാഹു നമ്മളെ ഇതിലെങ്കിലും പെടുത്തിയല്ലോ. ജീവിതത്തിലൊന്ന് പരിശോധിച്ചു നോക്ക്. ചിലത് ഈ 3 വിഭാഗത്തിലും പെടാത്തവരുണ്ട്. അവരെ പറ്റി ചർച്ചയില്ല. അവർക്ക് ഖുർആന്റെ അവകാശികളാന്ന് പറയാൻ ഒരു അവകാശവും ഇല്ല. ഖുർആൻ എവിടെയെങ്കിലും കത്തിക്കുമ്പോ ഈ 3 വിഭാഗം ആളുകൾ സംസാരിച്ചാൽ മതി, അല്ലാത്തവർക്ക് മിണ്ടാനുള്ള ഒരു അവകാശവുമില്ല. 2ാമത്തെ വിഭാഗം മുഖത്തസിദീങ്ങളാണ്, മദ്യനിലപാടുകാർ. അവരുടെ അടയാളം ഹറാമുകളൊക്കെ അവർ ഭയങ്കരമായി സൂക്ഷിക്കും. കള്ള് കണ്ട അപ്പോഴേ വെപ്രാളം വരും, കുടിക്കൂല. പക്ഷേ സിഗരറ്റ് വലിക്കുന്നതിന്റെ ഒരു മടി ഉണ്ടാവൂല. ഗസാലി ഇമാമിന്റെ അഭിപ്രായം അനുസരിച്ച് പുകവലി ഹറാമെന്നാണ്.
പലിശ വാങ്ങില്ല. പക്ഷേ കച്ചവടത്തിൽ കള്ളലാഭം എടുക്കുന്നതിനൊരു മടിയും ഉണ്ടാവൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹറാമുകൾ സൂക്ഷിക്കും, പക്ഷെ കറാഹത്തുകൾ വാരിക്കൂട്ടും. ഫർളുകൾ എല്ലാം ചെയ്യും, പക്ഷെ സുന്നത്തുകൾ ഒന്നും ചെയ്യില്ല. അവരാണ് മുഖ്തസിദീങ്ങളുടെ ഒന്നാമത്തെ അടയാളമെന്ന് മുഫസ്സിരീങ്ങൾ പറയാൻ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ അടയാളമോ അവിടെ നന്മയും തിന്മയും ഒന്ന് അളന്നു നോക്കിയാ നേരം വെളുത്തത് മുതൽ രാത്രി കിടക്കുന്ന സമയം വരെയുള്ള അവന്റെ സുഹൃതങ്ങളും അവന്റെ ദുഷ്കർമ്മങ്ങളും അവന്റെ സദാചാരവും അവന്റെ ദുരാചാരവും ഒന്ന് അളന്നു നോക്കിയാൽ കാണാ രണ്ട് സമാസമമാണ്. ഒന്നും അങ്ങോട്ട് കൂടുന്നില്ല. നന്മയും കറക്റ്റ്, തിന്മയും കറക്റ്റ്, രണ്ടും ഒരുപോലെയാണ്. അവന്റെ പേര് മുഖ്തസിദാണെന്ന് പരിശുദ്ധ ഖുർആൻ തീരുന്നില്ല. അവന് ഖുർആൻ ഓതുന്നവനാണ്. ഖുർആനിന്റെ എല്ലാ കാര്യങ്ങളും അവനറിയാ. ഓരോ സൂറത്തുകൾ ഓതുമ്പോൾ കൃത്യമായതിന്റെ അർത്ഥമറിയാ. അത് ഇന്നവരെ പറ്റി പറയുന്നതാണെന്നറിയാ. ഇന്ന ആയത്ത് ഇന്നയാളുടെ പേരിൽ ഇറങ്ങിയതാണെന്നറിയാ. എല്ലാ ആയത്തുകളുടെയും വിശദീകരണം അറിയാ. പക്ഷെ അവനൊരു അമല് ചെയ്യൂല. ഖുർആൻ ഓതും, അതിന്റെ അർത്ഥമറിയാം, എല്ലാം അറിയാം, പക്ഷെ അത് അമല് ചെയ്യൂല. സഹോദരിക്കറിയാം, ഖുർആൻ ഓതി വരുമ്പോൾ കണ്ടോ ഇത് ഔറത്തിന്റെ വിഷയം പറയുന്ന ആയത്താണ് എന്ന് പറയുകയും ചെയ്യും. സ്കൂളിൽ പോകുമ്പോൾ ലെഗിൻസ് വാരിടുകയും ചെയ്യും. അങ്ങനെയുള്ള പെണ്ണ് ഈ വിഭാഗത്തിലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഖുർആൻ ഓതിയാ പോരാ, ഖുർആന്റെ അർത്ഥം അറിഞ്ഞാ പോരാ, അമല് ചെയ്യണ്ടേ? അത് വരുന്നുണ്ട്. അപ്പൊ ഖുർആൻ ഓതുകയും അതിന്റെ അർത്ഥം അറിയുകയും ചെയ്യുന്ന പെണ്ണ് അവൾ മുഖ്തസിദാണെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ തീരുന്നില്ല. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ മുഫസ്സിരീങ്ങൾ പറയുകയാണ്, യുഹിബ്ബുല്ലാഹു മിൻ അജലിൽ ഉഖബാ. അവരാഖിറത്തെ പേടിക്കുന്നത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയട്ടെ സഹോദരങ്ങളെ, രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിനെ പേടിക്കുന്നു, പടച്ചവനെ ഇഷ്ടപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പരലോകത്തിനെ പേടിച്ചുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞ ദുനിയാവിനെ പേടിച്ചുകൊണ്ട് ദുനിയാവിന് വേണ്ടി റബ്ബിനെ ഇഷ്ടപ്പെടുന്നവനാണ്. ഇവിടെ നേരെ തിരിച്ചാണ്. ആഖിറത്തെ പേടിച്ചുകൊണ്ട് ആഖിറത്തിന് വേണ്ടിയിട്ടാണ് റബ്ബിനെ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയും നമ്മൾ ഇഷ്ടപ്പെടണ്ട. നിസ്കരിക്കുന്നത് എന്തിനാണ്? നമ്മൾ പലരും പറയാറുണ്ട് സ്വർഗം കിട്ടാൻ. കള്ളു കുടിക്കാതിരിക്കുന്ന എന്തിനാണ്? നരകം കിട്ടാതിരിക്കാൻ, അല്ലേ? ഇതിനു വേണ്ടിയിട്ടാണോ? റാബിയ ബസരിയ റളിയല്ലാഹു തആല അൻഹ മഹദി അവർകൾ വലത് കയ്യിൽ പച്ചവെള്ളവും ഇടത് കയ്യിൽ തീക്കട്ടയുമായി ഒരു ദിവസം നഗരമധ്യത്തിലൂടെ ഓടി വരികയാണ്. ഓടി വരുന്നത് കണ്ട ആളുകൾ ചോദിച്ചു, റാബിയ നീ എങ്ങോട്ടാണ് പോകുന്നത്? ആ സമയത്ത് റാബിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ വലത് കൈയിരിക്കുന്ന പച്ചവെള്ളം അള്ളാഹുവിന്റെ നരകത്തിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് അതിനെ അങ്ങ് കെടുത്തിക്കളയാൻ പോവാം. ഇടത്തെ കൈയിരിക്കുന്ന തീക്കട്ട കൊണ്ട് റബ്ബിന്റെ സ്വർഗത്തിൽ വലിച്ചെറിഞ്ഞിട്ട് അതിനെ കത്തിച്ചു കളയാൻ പോവാൻ. ആളുകൾ ചോദിച്ചു, നിനക്ക് ഭ്രാന്തുണ്ടോ? അള്ളാഹുവിന്റെ നരകം കെടുത്തിക്കളയാൻ നിന്റെ പച്ചവെള്ളത്തിന് കഴിയുമോ? റബ്ബിന്റെ സ്വർഗത്തെ കരിച്ചു കളയാൻ നിന്റെ തീക്കട്ടയ്ക്ക് കഴിയുമോ? ആ സമയത്ത് റാബിയ ബസരിയ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കഴിഞ്ഞില്ലെങ്കിലും എനിക്കത് ചെയ്തേ മതിയാവൂ. ആളുകളെ ഒന്ന് പഠിപ്പിക്കണം. ചോദിച്ചു, എന്താ പറ്റിയത്? ഇവിടെ ആളുകൾ നിസ്കരിക്കുന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആളുകൾ തിന്മകൾ ഉപേക്ഷിക്കുന്ന നരകത്തെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആകാൻ പാടില്ല. പിന്നെന്തിനു വേണ്ടിയാകണം? നമ്മുടെ സൽക്കർമ്മങ്ങൾ എഴുതി വെച്ച് പഠിച്ചോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. നിസ്കരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ റബ്ബിന്റെ സ്വർഗം വാങ്ങാനെന്ന് പറയരുത്. വേണ്ട, അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമുക്ക് വേണ്ടത്. അത് മാത്രം മതി. സ്വർഗത്തിൽ പോയി റബ്ബിനെ കാണാൻ പറ്റില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? സ്വർഗത്തിൽ പോയി അള്ളാഹയെ കണ്ടില്ല, പിന്നെന്തിനാ നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്? വേണ്ട. അള്ളാഹുവിന്റെ നരകത്തിലാണെങ്കിലും വേണ്ടില്ല. അള്ളാഹുവേ, നിന്റെ കത്തിയാളുന്ന നരകമാണ് ഞങ്ങൾക്ക് തരുന്നതെങ്കിലും വേണ്ടില്ല. ആ നരകത്തിൽ കിടന്ന് തീ കൊണ്ട് വെന്തുരുകിയാലും അതിൽ നിന്റെ തൃപ്തിയുണ്ടെങ്കിൽ
ഞങ്ങൾ കൃതാർത്ഥരാണ് അല്ലാ, കൃതാർത്ഥരാണല്ലാ. നിന്റെ തൃപ്തിയാ ഞങ്ങൾക്ക് വേണ്ടത് സഹോദരങ്ങളെ. അതുകൊണ്ട് ദുനിയാവിനെ ഇഷ്ടപ്പെടുന്ന, ദുനിയാവിന് വേണ്ടി റബ്ബിനെ ഇഷ്ടപ്പെടുന്ന ലാലിമിനെ പോലെ ആഖിറത്തിന് വേണ്ടി അല്ലാഹനെ ഇഷ്ടപ്പെടുന്ന മുഖ്തസിദുമാകണ്ട സഹോദരങ്ങളെ. ദുനിയാവിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന, അല്ലാഹനെ ഇഷ്ടപ്പെടുന്ന ലാലിമാണെങ്കിൽ ആഖിറത്തിന് വേണ്ടി അല്ലാഹനെ ഇഷ്ടപ്പെടുന്ന മുഖ്തസിദാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ അതിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ. നമുക്കാകേണ്ടത് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ മൂന്നാമത്തെ വിഭാഗത്തിലാണ്. ഈ രണ്ടാമത്തെ വിഭാഗത്തിന്റെ അവസ്ഥ എന്താണ്? മറക്കരുത്, ഒന്നാമത്തെ വിഭാഗത്തിന് അള്ളാഹു പൊരി വെയിലത്ത് നിർത്തി, അവരെ ആ തീച്ചൂളയിൽ നിർത്തി അള്ളാഹു കഷ്ടപ്പെടുത്തി. അള്ളാഹു അവരെ ഏതെല്ലാം രീതിയിൽ അള്ളാഹു അവർക്ക് വേദനാജനകമായ മഹ്ശറിന്റെ ചൂട് കൊടുക്കാൻ കഴിയുമോ അതൊക്കെ കൊടുത്തിട്ടാണ് അവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുന്നതെങ്കിൽ, രണ്ടാമത്തെ വിഭാഗത്തിനെ പറ്റി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വഹും യുഹാസബൂന ഹിസാബൻ യസീറാ. അള്ളാഹു രണ്ടാമത്തെ വിഭാഗത്തിന് കൊടുക്കുന്ന മഹ്ശറയിൽ അവസ്ഥ എന്തെന്നറിയോ? ഒരു ചെറിയ വിചാരണയാണ്, ഒരു ചെറിയ വിചാരണയാണ്. 2 റക്അത്ത് നിസ്കാരത്തിന്റെ ദൈർഘ്യത്തില് പെട്ടെന്നൊരു വിചാരണ പേര് നടത്തിയിട്ടല്ല സ്വർഗത്തില് പറഞ്ഞു വിടുമെന്നാണ് സഹോദരങ്ങളെ. രണ്ടാമത്തെ വിഭാഗത്തിന് അള്ളാഹു മഹ്ശറയിൽ കൊടുക്കുന്ന അവസ്ഥ അതാണ്, ഒരു ചെറിയ വിചാരണ. ആ വിചാരണയെ പറ്റി ആയിഷ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞതെന്നറിയോ? ആയിഷ, ആരെയെങ്കിലും വിചാരണ ചെയ്താൽ കുഴഞ്ഞത് തന്നെ. അള്ളാഹു ആരെയെങ്കിലും വിചാരണയ്ക്ക് വേണ്ടി പിടിച്ചു നിർത്തിയാൽ കുഴഞ്ഞത് തന്നെ. കണ്ടിട്ടില്ലേ, വണ്ടി ഓടിച്ചു പോകുമ്പോ പോലീസ് കൈ കാണിച്ചാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് നമ്മൾ പേടിച്ച് അവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ ചോദിക്കുന്നു ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് കാണിച്ചാൽ ചോദിക്കും പൊല്യൂഷൻ ഉണ്ടോ? അത് കാണിച്ചാൽ ചോദിക്കും അതുപോലെ വണ്ടിയുടെ ബുക്കും പേപ്പറും ഉണ്ടോ? അത് കാണിച്ചാൽ ഓരോന്ന് ചോദിച്ച് അവസാനം നമ്പർ പ്ലേറ്റ് തുടങ്ങി ടയർ വഴി നേരെ നമ്മളെ വണ്ടിക്കകത്തുള്ള കാര്യങ്ങൾ നോക്കി ഇങ്ങനെ എങ്ങനെയെങ്കിലും നമ്മളെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നത് പോലെ വിചാരണ ആരെങ്കിലും അള്ളാഹു പിടിച്ചു കഴിഞ്ഞാൽ തീർന്നു. അവന്റെ കാര്യം കഷ്ടതയിലാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. 2 റക്അത്ത് നിസ്കാരത്തിന്റെ ദൈർഘ്യത്തിൽ വിചാരണ നേടിയിട്ട് നടന്നു പോകുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാകൂല. ഇന്നത്തെ ഈ ദിവസം പറഞ്ഞാൽ മനസ്സിലാകുന്ന 2 പേരുണ്ട്, രാമന്തളി തങ്ങളും മഹാനായ രാമന്തളി തങ്ങളും ഈ അഹമ്മദ് സാഹിബും. മരണപ്പെടുമ്പോഴേ നമുക്കതിന്റെ വിവരം അറിയും. മരണപ്പെട്ടാലേ നമുക്കതിന്റെ വിവരമറിയാൻ പറ്റൂ. അള്ളാഹു അവർക്കൊക്കെ ബർസഖിയായ ജീവിതം ആനന്ദത്തിലും ആഹ്ലാദത്തിലും അള്ളാഹു ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. ഇനി മൂന്നാമത്തെ വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ പെടണമെന്നാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആഗ്രഹിച്ചത്. നമുക്കിനി ആകെയുള്ള ടൈം അരമണിക്കൂറാണ്. അപ്പൊ 2 മണിക്കൂർ പൂർത്തിയാകും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഇനി നമുക്ക് മൂന്നാമത്തെ വിഭാഗത്തിൽ പെടണം. ആഗ്രഹം എല്ലാവർക്കും മൂന്നാമത്തതിൽ പെടണമെന്നാണ്. എല്ലാവർക്കും ആഗ്രഹം A+ നേടണമെന്നാണ്. പക്ഷെ പഠിക്കുന്ന വിഷയത്തിലോ എല്ലാവരും പിന്നിലാണ്. എല്ലാവർക്കും ആഗ്രഹം മൂന്നാമത്തെ വിഭാഗത്തിൽ പെടണം. പക്ഷെ 2 വിഭാഗത്തിന്റെ അടയാളം പറഞ്ഞപ്പോ നമ്മളൊക്കെ ഇതിൽ പെട്ടുപോയില്ലേ? അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ നമുക്കൊന്ന് മാറാം. അള്ളാഹു മാറാനുള്ള തൗഫീക്ക് തരട്ടെ. രാമന്തളി തങ്ങളെ പറ്റിയിട്ട് പറയുന്നത്, പാതിരാത്രി 2 മണിക്കൂർ മാത്രം ഉറങ്ങും, ബാക്കി മൊത്തം ഇബാദത്താണ്. 2 മണിക്കൂർ ഉറങ്ങും, ബാക്കി മുഴുവനും ഇബാദത്താണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമുദായത്തിന്റെ നൊമ്പരങ്ങൾ ഇന്ത്യൻ പാർലമെന്റിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നെഞ്ചുറപ്പോടെ പറഞ്ഞ ബഹുമാന്യനായി അഹമ്മദ് സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. പ്രായം ഒരുപാട് ചെന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും, എനിക്കും ഉണ്ടാകുമെങ്കിൽ പോലും അൽഹംദുലില്ലാഹ് ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ രാജ്യത്തെ മുസ്ലിമിന്റെ അവസ്ഥകൾ പ്രവാസികൾക്ക് ഒരിക്കലും, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾ, അതുപോലെ ദുബായിൽ നിന്നും അതുപോലെ തന്നെ ഒമാനിൽ നിന്നുമൊക്കെ ഇവിടെ എത്തിയ സഹോദരങ്ങളുണ്ട്. എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, ഒരു പ്രവാസിക്കും മറക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ, കേരളത്തിൽ നിന്ന് പോയ രാഷ്ട്രീയ നേതാവാണ് ഈ അഹമ്മദ് സാഹിബ്. കാരണം ജയിലറകളിൽ സാഹചര്യങ്ങൾ, ഏതെങ്കിലും സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം തടവറകൾക്കുള്ളിൽ പാർപ്പിക്കപ്പെട്ട ഗൾഫ് മലയാളികളെ മോചിപ്പിക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ളയാൾ അഹമ്മദ് സാഹിബ്. അതുപോലെ പ്രവാസികൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാ. പക്ഷെ ഇന്നും ഏത് കാര്യത്തിലും നമ്മുടെ രാജ്യത്ത് എതിരഭിപ്രായങ്ങൾ വരുന്നത് പോലെ ഈ അഹമ്മദ് സാഹിബ് മരണപ്പെട്ടപ്പോ ഏതോ ചില തൽപര കക്ഷികൾ, ഏതോ ഒരു വർഗീയവാദികൾ, അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ വളരെ സങ്കടം തോന്നിപ്പോവുകയാണ്.
ഇയാൾ ഇതുവരെയും മരിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ എഴുതി വിട്ടിരിക്കാൻ. അതിനൊന്നും മുസ്ലിം സമുദായം മറുപടി പറയൂല. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ആഗ്രഹിക്കുന്ന മരിക്കുന്നതിനെയാണ്. കാരണം എന്താണ്? ഇവിടെ നമുക്കിപ്പോ ഒരാൾക്ക് ഗ്ലാസ് വെള്ളം വാങ്ങിക്കൊടുത്താൽ നമുക്ക് തിരിച്ചൊന്നും കിട്ടൂല, ഒന്നും പ്രതീക്ഷിക്കാനും പാടില്ല. ഈ ഒരു ഗ്ലാസ് ചായ വാങ്ങിക്കൊടുത്തതിന്റെ പ്രതിഫലം നമുക്ക് ഖബറിൽ കിട്ടുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമാണ്. അപ്പൊ നമുക്ക് ദുനിയാവാണോ ഏറ്റവും നല്ലത്, ആഖിറാണോ, ഖബറാണോ? ഖബറാണ് നമുക്ക് സന്തോഷം ഖബറാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടല്ലേ നമ്മള് അൽഹംദുലില്ലാ നമ്മുടെ ഏറ്റവും നല്ല ജീവിതം ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതമാണ്. നമുക്ക് ഒരു സങ്കടവും വേണ്ട. മരിച്ചു പോകുന്ന ആളുകളുടെ കാര്യത്തിൽ നമുക്ക് ഒരു സങ്കടവും വേണ്ട. നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും അവർ അറിഞ്ഞുകൊണ്ടിരിക്കാൻ, നമ്മളെ എന്തും അവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അവർ കണ്ടും കേട്ടും ഇരിക്കാൻ. അള്ളാഹു മലക്കിനെ നിയോഗിച്ച് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കാൻ. അവർക്ക് ജീവിതത്തിൽ സുഖം ഖബർ മുതലാ. അള്ളാഹു അങ്ങനെ തന്നെ നമ്മുടെ മരണപ്പെട്ടവരെ ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ വിഭാഗത്തിന്റെ കഥ പറയുന്ന, മൂന്നാമത്തെ വിഭാഗത്തെ പറയുന്ന ഈ വേദിയിൽ എല്ലാവരും ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുനിയാവിന്റെയോ ആഖിറത്തിന്റെയോ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിലൊന്ന് സങ്കല്പിക്കും. ഈ സദസ്സ് നല്ല സദസ്സാണ്, ഇൽമിന്റെ സദസ്സ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു സ്വർഗത്തിന്റെ പൂങ്കാവനമാണ്. ദുനിയാവിൽ 3 സ്ഥലങ്ങളെ ഉള്ളൂ സ്വർഗത്തിന്റെ തോട്ടം. ഒന്ന് റൗളയുടെയും മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം, അവിടെ നമ്മൾ പച്ച മുസല്ലയിൽ നിസ്കരിക്കാൻ മത്സരിക്കാറുണ്ട്. 2 മസ്ജിദുകൾ, 3 ഇൽമിന്റെ മജ്ലിസുകൾ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോ സ്വർഗത്തിന്റെ പൂങ്കാവനത്തിലായിരിക്കുന്നത്. ഇവിടെ വെച്ച് മരിച്ചാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ ഇരുന്ന് നമ്മളെ നിയ്യത്ത് മനസ്സിൽ ഒന്ന് സങ്കല്പിച്ചിട്ട് ഒരു സംഭാവന നിങ്ങൾ കയ്യിലെടുക്കുക. ഇൻഷാ അല്ലാഹ് ഏതാഗ്രഹവും നിങ്ങളുടെ മനസ്സിൽ, അള്ളാഹുവേ ഇത് നേരം വെളുക്കുമ്പോ എനിക്ക് റാഹത്തായി കിട്ടണം. അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ താഴെയാണ് നമ്മുടെയൊക്കെ തീരുമാനവും സങ്കല്പങ്ങളും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ലൊരു സംഭാവന കയ്യിലെടുത്ത് ഇൻഷാ അല്ലാഹ് ബക്കറ്റ് കൊണ്ടുവരും. നിങ്ങൾ അതിൽ ഒരുപാട് ചെലവുള്ളതാണ്. ഇതിന്റെ പിന്നിൽ ഇതിന്റെ ബാക്കി വരുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇതിന്റെ ബാക്കി വരുന്ന സംഭാവന മുഴുവനും ഈ നാട്ടിലെ സാധുക്കളായ സഹോദരങ്ങൾക്ക് കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ലൊരു സംഭാവന ഈ ബക്കറ്റിൽ നിക്ഷേപിക്കണം. അള്ളാഹു ജാരിയായ സ്വതക്കയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയതാണ്. ഞാൻ അതിഥിയാണ്, നിങ്ങൾ ആതിഥേയരാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രതിനിധികളായി ഇവിടുത്തെ സംഘാടകർ എന്നെ വിളിച്ച്, ഞാൻ ഇത്രയും രാവിലെ ഇന്നലത്തെ പരിപാടി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി അല്പം കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ യാത്ര തിരിച്ചതാണ്. ഇന്ന് രാത്രി തന്നെ തിരിച്ചുപോയി നിങ്ങൾ നേരം വെളുത്ത് നാളെ നിങ്ങളുടെ ജോലികളിൽ പ്രവേശിക്കുമ്പോഴും ഞാൻ എന്റെ നാട്ടിലേക്കുള്ള യാത്രയിലാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ കഴിയാതെ, സ്വലാത്ത് ചൊല്ലി പിരിയാതെ ഒരാളും ഈ സദസ്സിൽ നിന്ന് പോകരുത്. ഇൻഷാ അല്ലാഹ് അരമണിക്കൂറിന്റെ ഉള്ളിൽ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കും. മൂന്നാമത്തെ വിഭാഗത്തിന് പറയുന്നു, ആ പറയുന്നതിനോടൊപ്പം തന്നെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ഇൻഷാ അല്ലാഹ് ബക്കറ്റ് നിക്ഷേപിക്കുക. ഒരിക്കലും നമ്മൾ കുറയ്ക്കേണ്ട. അള്ളാഹു നമുക്ക് തരും, അള്ളാഹു നമുക്ക് അതിനുള്ള പ്രതിഫലം തരും, ഒരു സംശയം വേണ്ട. അള്ളാഹു തരട്ടെ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിക്കട്ടെ. ഇനി എല്ലാവരും ശ്രദ്ധിക്കുന്നു, മൂന്നാമത്തെ വിഭാഗത്തിൽ പെടാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും പോട്ടെ, നമ്മളൊക്കെ പലരും ആ വിഭാഗത്തിൽ പെട്ടുപോയി. നമുക്കൊന്ന് മാറാം, ഒരു ചേഞ്ച് വരുത്താം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത്തെ വിഭാഗത്തെ പറ്റിയിട്ട് അല്ലാഹ് പറയുകയാണ്, 5 കാര്യങ്ങളാണ് അതിനുള്ള അടയാളങ്ങൾ. ആ അടയാളങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ രാത്രി മുതലൊന്ന് മാറാൻ തുടങ്ങിക്കോ സഹോദരങ്ങളെ. ഇനിയില്ല ദിവസങ്ങളില്ല, ആഴ്ചകളില്ല, ഇനി ഒരിക്കലും നമുക്ക് ഒരുപാട് നാള് ജീവിക്കാൻ കഴിയുമെന്നുള്ള മോഹം വേണ്ട. പരലോകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. ഇന്നലെ കണ്ടവർ ഇന്നില്ല, ഇന്നുള്ളവര് നാളെയില്ല. സുബ്ഹാനല്ലാഹ്. പ്രണബ് മുഖർജി എന്ന് പറയുന്ന സഹോദരങ്ങളെ രാഷ്ട്രപതിയെ നേരിട്ട് നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ആ സമയത്താണ് ആരോഗ്യത്തോടെ ഇരുന്ന മനുഷ്യനാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഇൽമുകള്, ഉലൂമുകള് ജനങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത് ശക്തമായ ഭാഷയിൽ ദീനിന്റെ മസലകള് ജനങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രാമന്തലിത്തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. സഹോദരങ്ങളെ ചിന്തിക്കണേ, അടുത്ത 7-ാം തീയതി എന്റെ പ്രഭാഷണം നടക്കുന്ന കൊടിഞ്ഞിയിലാണ്. കൊടിഞ്ഞി ഫൈസലിന്റെ വീട്ടുമുറ്റത്താണ്. ആ ഫൈസലിന്റെ വീടിന്റെ നേരെ മുന്നിൽ നടക്കുന്ന പരിപാടിയിൽ ആരാണ് ഉദ്ഘാടനത്തിന് വെച്ചിരിക്കുന്നതെന്നറിയോ? എന്റെ മുഖ്യ
പ്രഭാഷണത്തിന് തൊട്ട് മുമ്പ് ഉദ്ഘാടനം ആരുടേതെന്നറിയോ? സഹോദരങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാ. ഇപ്പോഴും ഞാൻ അതിന്റെ നോട്ടീസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, സംഘാടകരെ പ്രസംഗത്തിന് എന്നെ ക്ഷണിച്ചു. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട എല്ലാ ചാർട്ടുകളും തയ്യാറാക്കി പരിപാടിയിലെ മുഖ്യപ്രഭാഷണം എന്നെ വെച്ചുകൊണ്ട് അതിന്റെ ഉദ്ഘാടനം വെച്ചിരുന്നത് സഹോദരങ്ങളെ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായിരുന്ന കോട്ടുമല ബാപ്പു ഉസ്താദിനെയാണ്. അല്ലാഹുവേ, 7-ാം തീയതി ആകുമ്പോഴേക്ക് ബാപ്പു ഉസ്താദ് ഉദ്ഘാടനം ചെയ്യേണ്ട വേദിയിൽ ഞാൻ പ്രസംഗിക്കുമ്പോ കോട്ടുമല ബാപ്പു ഉസ്താദ് എവിടെയാണ്? ഖബറിലല്ലേ? ആർക്കും പറയാൻ കഴിയും നാളെ നേരം വെളുത്തിട്ട് എന്റെ പൊന്നുമക്കളുടെ മുമ്പിൽ നിന്ന് ചെന്നെത്താൻ കഴിയുമെന്ന് എനിക്ക് എന്തുറപ്പാവുള്ളത്? എന്റെ മക്കൾ എന്നെ കാത്തിരിക്കുമ്പോൾ ആ പൊന്നുമക്കളുടെ മുമ്പിലേക്ക് ചെല്ലാൻ കഴിയുമെന്ന് എന്തുറപ്പാണ് എനിക്കുള്ളത്? നിങ്ങൾക്ക് എന്തുറപ്പുണ്ട് സഹോദരങ്ങളെ? എല്ലാവർക്കും ഒരു ഉറപ്പില്ലല്ലോ, ആർക്കും ഒരു ഉറപ്പില്ല. അതുകൊണ്ട് മാറണേ. ഇനി മാറാൻ വേണ്ടി കാത്തു നിൽക്കല്ലേ, ഒരു റമളാന് വേണ്ടി കാത്തിരിക്കല്ലേ, റമളാൻ വരട്ടെ എന്ന് ചിന്തിക്കല്ലേ. 3-ാമത്തെ വിഭാഗം ഖുർആനിന്റെ അനന്തരാവകാശികളെ പറ്റിയിട്ട് അല്ല പറഞ്ഞ 3-ാമത്തെ വിഭാഗത്തെ പറയുമ്പോ ആ വിഭാഗത്തിന്റെ അടയാളങ്ങൾ കൂടി ഞാൻ വിശദീകരിക്കുമ്പോ ഇന്ന് തന്നെ തീരുമാനിച്ചോ, എനിക്ക് ആ വിഭാഗത്തിൽ പെടണം. അതൊരു ലഹരിയാണ് കൂട്ടരെ, അതൊരു ലഹരിയാ. പറഞ്ഞല്ലോ തസവ്വുഫിന്റെ ഉലമാക്കള്, സൂഫിയാക്കളായ പണ്ഡിതന്മാര് പറഞ്ഞല്ലോ, മദ്യപാനി മദ്യഷാപ്പിൽ ചെന്ന് മദ്യം വാങ്ങിയിട്ട് കുടിക്കുമ്പോൾ വ്യഭിചാരശാലകൾ ചെന്ന് കാശ് കൊടുത്തിട്ട് വ്യഭിചരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സുഖത്തെക്കാൾ 10,000 ഇരട്ടി സുഖമാണ്. മാമരം കോച്ചുന്ന തണുപ്പത്ത് ഞാൻ എഴുന്നേറ്റ് എനിക്ക് ഐസ് വെള്ളം എടുത്ത് ഒളിവ് ചെയ്തുകൊണ്ട് റബ്ബിന് വേണ്ടി നിസ്കരിക്കുമ്പോൾ അതൊരു ലഹരിയാണ് പ്രിയപ്പെട്ടവരെ. നമസ്കാരം ഒരു ലഹരിയാകണം, ഇബാദത്തുകൾ ഒരു ലഹരിയാകണം. അങ്ങനെ ലഹരിയായി അല്ലാഹുവിലേക്ക് ഞാനും നിങ്ങളും അങ്ങെത്തപ്പെട്ട് കഴിഞ്ഞാൽ സാബിഖും ബിൽ ഖൈറാത്ത്. ഖുർആനിന്റെ 3-ാമത്തെ വിഭാഗത്തെ പറ്റി അല്ല പറഞ്ഞത് മിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്. അല്ലാഹുവിന് വേണ്ടി ഗുണങ്ങൾ ചെയ്ത്, സുഹൃതം ചെയ്ത്, സദാചാരം ചെയ്ത് നന്മയുടെ വിഷയത്തിലും മുന്നേറിയവരാണ്. അവരുടെ അടയാളങ്ങൾ പറയട്ടെ. ഇന്നത്തെ രാത്രി മുതൽ എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ചെയ്യുമോ? ഇന്നത്തെ രാത്രി മുതൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് ചെയ്യുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 3-ാമത്തെ വിഭാഗമാണ്. എന്തേ നമുക്ക് കഴിയാതെ പോയി? എന്തേ പരിശുദ്ധ ഖുർആനിന്റെ അവകാശികൾ എന്ന് പറയുമ്പോ, ഖുർആനിന്റെ അനന്തരാവകാശികൾ എന്ന് പറയുമ്പോ എന്തേ സഹോദരങ്ങളെ നമുക്കൊന്ന് ആയിക്കൂടാ? ആ വിഭാഗത്തിൽ എന്തേ നമുക്കൊന്ന് ഉൾപ്പെട്ടുകൂടാ? ആരാണ് സാബിഖും ബിൽ ഖൈറാത്ത് എന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനിന്റെ 3-ാമത്തെ അനന്തരാവകാശി ആരെന്നറിയോ? അവര് ഫർള് ചെയ്യുന്നവരാ. ഒരു ഫർളും അവർ ഉപേക്ഷിക്കൂല, ഒരു ഫർളും അവർ ജീവിതത്തിൽ ഉപേക്ഷിച്ച ഓർമ്മ അവർക്കില്ല. ആ കൂട്ടത്തിൽ അവർ സുന്നത്തും ഉപേക്ഷിച്ചിട്ടില്ല. അവരൊരു സുന്നത്ത് പോലും ഉപേക്ഷിച്ചിട്ടില്ല. ഉസ്താദേ, ഈ വിഷയത്തിൽ എന്താ സുന്നത്തായ രീതി? എങ്ങനാ മുണ്ടുടുക്കേണ്ടത്? എങ്ങനാണ് വണ്ടി ഓടിക്കേണ്ടത്? എങ്ങനാ വീട്ടിലേക്ക് പുറപ്പെടേണ്ടത്? എങ്ങനാണ് പള്ളിയിൽ കയറേണ്ടത്, ഇറങ്ങേണ്ടത്? എങ്ങനാണ് വീട് ഭരിക്കേണ്ടത്, പരിപാലിക്കേണ്ടത്? സുന്നത്തായ രീതി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഓടി നടക്കുന്നവരെ, സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നവരെ, അവര് ഫർള് ചെയ്യുന്നവരാ, സുന്നത്ത് ചെയ്യുന്നവരാ. അത് മാത്രമല്ല, അവരുടെ 2-ാമത്തെ അടയാളം, അവര് ഒരു ഹറാമും ചെയ്യൂല, ഒരു ഹറാമും അവര് ചെയ്യൂല, അവരൊരു കറാഹത്തും ചെയ്യൂല. അവര് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യൂല. അവര് മുന്നോട്ടോ വലത്തോട്ടോ തുപ്പൂല. അവർക്ക് തുപ്പേണ്ടി വന്നാൽ അവർ ഇടതുഭാഗത്തോ പിന്നിലോട്ടാണോ തുപ്പുന്നത്. അവരൊരിക്കലും കറാഹത്ത് പോലും ചെയ്യൂല. അങ്ങനെയുള്ളവരാണ് സാബിഖും ബിൽ ഖൈറാത്ത്. നമുക്കായിക്കൂടെ സഹോദരങ്ങള്? എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? മഹാരഥന്മാര് ആ മഹത്വമായ പദവിയിൽ
എത്തപ്പെട്ടത് കഷ്ടപ്പെട്ട് ഇബാദത്തെടുത്തിട്ടാണ്, വെറുതെയല്ല. അല്ലാഹു അവരെ ജനിപ്പിച്ചതേ സുഫിയാക്കളായിട്ടല്ല, അല്ലാഹു അവരെ ജനിപ്പിച്ചതേ ആബിദീങ്ങളായിട്ടല്ല, മറിച്ചോ അവരല്ലാഹുവിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തവരാണ്. അവര് ജീവിതത്തിൽ ഒരു ഹറാം ചെയ്യാത്തവര്, ഒരു കറാഹത്തും അവര് ചെയ്യാത്തവരാ. അതുമാത്രമല്ല, അനുവദിക്കപ്പെട്ട പലതും അവർ ഉപേക്ഷിച്ചവരാ. അവർക്ക് ആർഭാടം വേണ്ട, അവർക്ക് യാതൊരു മോഹങ്ങളുമില്ല. അവരെ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് പോലും അവര് വേണ്ടെന്ന് വെച്ചിട്ടുള്ളവരാ. സഹോദരങ്ങളെ, എത്ര മഹോന്നതന്മാരെ നമുക്ക് പറയാൻ കഴിയും. സമസ്തയുടെയും അതുപോലെ മറ്റുള്ള സുന്നി സംഘടനകളുടെ പണ്ഡിതന്മാരുടെ കരകലപ്രയോ നമുക്ക് പറയാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ടവര്, ഞാൻ സമസ്ത ഒരു ഉദാഹരണം പറഞ്ഞതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിത മഹത്തുക്കള്, കേരളത്തിലെ 4 സുന്നി പണ്ഡിത സംഘടനകള്, അതിന്റെ നേതാക്കന്മാര് ദുനിയാവ് ആഗ്രഹിക്കുന്നവരല്ല, ആരും ദുനിയാവിന്റെ ആർഭാടങ്ങൾ കൊതിക്കുന്നവരല്ല. ആർക്കും അല്ലാഹു കൊടുത്ത അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ പോലും വേണ്ടെന്ന് വെച്ചിട്ട് അല്ലാഹുവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ്. അവരാണ് സാബിഖും ബിൽ ഖൈറാത്ത്. ഖുർആനിന്റെ 3ാമത്തെ അനന്തരാവകാശികൾ അവരാ. അവരുടെ 3ാമത്തെ അടയാളം അറിയണോ? തിന്മയും നന്മയും അളന്നു നോക്കുമ്പോൾ രാത്രി കിടക്കാൻ നേരത്തെ ഇടം നെഞ്ചിൽ വലം കൈ അടിച്ചു വെച്ച് രാവിലെ മുതൽ ചെയ്ത നന്മകളും തിന്മകളും ഒരു കാൽക്കുലേഷൻ നടത്തുമ്പോൾ അവർക്ക് കാണാൻ കഴിയും, അൽഹംദുലില്ലാഹ്, എന്റെ തിന്മകളെക്കാൾ നന്മയാണ് കൂടുതലുള്ളത്, എന്റെ നന്മയാണ് കൂടുതലുള്ളത്. അവരുടെ പേരാണ് സാബിഖും ബിൽ ഖൈറാത്ത്. മാത്രമല്ല, അവരുടെ പ്രധാനപ്പെട്ട അടയാളം എന്തെന്നറിയോ? അവർ ഖുർആൻ ഓതുന്നവരാണ്, അവർ ഖുർആൻ അറിവുള്ളവരാണ്. അറിവ് മാത്രമല്ല, ഓതല് മാത്രമല്ല, അൽ-ആമിലു ബിഹി, അവര് ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുന്നവരാ, ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുന്നവരാ. നിങ്ങൾക്കറിയുമോ തഴവ ഉസ്താദ്? പ്രിയപ്പെട്ടവരെ, തെക്കൻ ജില്ലകളിലെ കൊല്ലം ജില്ലയില് കരുനാഗപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന തഴവ എന്ന പ്രദേശത്ത് ഇല്ല, തഴവ ഉസ്താദിനെ മറന്നുകൊണ്ട് ഒരു മതവിജ്ഞാന വേദി കേരളത്തിലില്ല. പ്രിയപ്പെട്ടവര്, അവിടത്തെ ഇവിടെ 2 വരികൾ ഓതാത്ത, അവിടത്തെ ഇവിടെ 2 പദ്യങ്ങൾ ചൊല്ലാത്ത, അവിടത്തേക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരു സരസ് കേരളത്തിലില്ല. തഴവ ഉസ്താദിന് വെള്ളം കുടിക്കാൻ ദാഹിച്ചാൽ, അദ്ദേഹത്തിന് വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് വെള്ളമെടുത്ത് ഒരു ബിസ്ക്കറ്റോ പഴമോ മിഠായിയോ കഴിക്കാതെ തഴവ ഉസ്താദ് വെള്ളം കുടിച്ചിട്ടില്ലത്രേ. ആളുകൾ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ ചെയ്യാത്തത്? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു പത്രേ, അല്ലാഹു പറഞ്ഞത് കുലൂ വശ്റബൂ, തിന്നണേ കുടിക്കണേ എന്നാ, തിന്നണേ കുടിക്കണേ എന്നാ. അത് ഖുർആനിന്റെ ഒരു ശൈലിയാണ്. അല്ലാഹു ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്, അമിതമാക്കല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലാഹു പറഞ്ഞതാണ് തിന്നോളാം കുടിക്കോളാം. പക്ഷേ അതിൽ പോലും അവര് ഇബാദത്തുകളെ കണ്ടെത്തിയ മഹോന്നതന്മാരാണ്. അവര് ഖുർആൻ ഓതുന്നവരാണ്, അവര് ഖുർആൻ അറിവുള്ളവരാണ്. പക്ഷെ അവര് ഖുർആൻ അമലും കൂടെ ചെയ്യുന്നവരാ. അവസാന തടയാളം ഏതെന്നറിയോ? അസ്ഖത മുറാദഹു ബിമുറാദില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി സർവ്വതും അവർ ഉപേക്ഷിക്കുന്നവരാ. എന്റെ റബ്ബേ, നിനക്കെന്താണ് വേണ്ടത്? എന്റെ ശരീരമാണോ വേണ്ടത്? എന്റെ ജീവനാണോ വേണ്ടത്? എന്റെ രക്തമാണോ വേണ്ടത്? എന്റെ സമ്പത്താണോ വേണ്ടത്? എല്ലാം നിനക്കിരിക്കട്ടെ റബ്ബേ, നിനക്കിരിക്കട്ടെ അല്ലാ. എനിക്ക് വേണ്ട, നീ തന്ന ശരീരമാണ് നീ എടുത്തു, നീ തന്ന രക്തമാണ് നീ എടുത്തു, നീ തന്നതായ സമ്പത്താണ് നിനക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അല്ലാഹുവിന് വേണ്ടി സർവ്വതും മാറ്റിവെക്കുന്നവരാണ്. ഈ വിഭാഗത്തെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ഖുർആനിന്റെ അനന്തരാവകാശികൾ 3 വിഭാഗമാണ്. ഒന്നാമത്തേത് സ്വന്തമായി ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചവരാ, അവരല്ല പൊരിവെയിലത്ത് നിർത്തി കട്ടപ്പെടുത്തുമ്പോ. രണ്ടാമത്തേത്
മുക്കുപ്പസിദാനം മധ്യ നിലപാടുകാരാ. അവരെ ചെറിയ വിചാരണയിലൂടെ റബ്ബങ്ങ് സ്വർഗത്തിൽ വിടുമ്പോ മൂന്നാമത്തെ വിഭാഗം എല്ലാ നന്മകളിലും മുന്നേറിയവരാണ്. അവരെ പറ്റി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്നറിയോ? യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. അവര് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്നവരാ. പേടിക്കണ്ട, ഭയപ്പെടണ്ട, സങ്കടപ്പെടണ്ട, നൊമ്പരപ്പെടണ്ട. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ അവര് പോകുന്നത് ഒരു വിചാരണ ഇല്ലാതെയാണ്. അല്ലാഹുവേ, പാപികളായ ഞങ്ങള് അതിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അവര് സ്വർഗത്തിൽ പോകുന്നത് സഹോദരങ്ങളെ ഒരു വിചാരണ പോലും ഇല്ലാതെയാണ്. അള്ളാഹു നമ്മളെ അതിൽ ഉൾപ്പെടുത്തട്ടെ. ചെയ്തൂടെ സഹോദരങ്ങളെ? അള്ളാഹ്ക്ക് വേണ്ടി സർവ്വതോങ്ങ് മാറ്റിവെച്ചേക്ക്. എന്താ റബ്ബെ നിനക്ക് വേണ്ടത്? നിനക്ക് എന്താ വേണ്ടത്? അത് നിനക്ക് തന്നേക്കാം. നമ്മുടെ വീട്ടിലെ നമ്മുടെ കേവലം ഒരു ജോലിക്കാരൻ, ആ ജോലിക്കാരൻ നമ്മുടെ അടുത്ത് വന്ന് പറയാ, മുതലാളി, നിങ്ങൾ തരുന്ന ഭക്ഷണോ ഞാൻ കഴിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ തന്നതാ. ഞാൻ ഉടുക്കുന്ന വസ്ത്രം പോലും നിങ്ങൾ വാങ്ങി തരുന്നതല്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ ജീവിക്കുന്നു. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിക്ക്. വീട്ടിലെ ആ ജോലിക്കാരനോട് നമുക്കുള്ള സ്നേഹം എത്രയാണ്? അള്ളാഹു തന്ന ഭക്ഷണം, അവൻ തന്ന വസ്ത്രം, അവൻ തന്ന ആരോഗ്യം, അവൻ തന്ന ശ്വാസോച്ഛ്വാസം, അവൻ തന്ന എല്ലാം. എന്നിട്ട് നമ്മൾ പറയാണ്, പടച്ചവനെ ഇതെല്ലാം നിനക്ക് തന്നെ ഇരിക്കട്ടെ. നീ എന്ത് പറയുന്നത് തന്നെയാ. സുബൈക്ക് എഴുന്നേക്കാൻ പറഞ്ഞു, വേറെ ഒന്നും ഞാൻ നോക്കുന്നില്ല, എഴുന്നേക്കും. നട്ടുച്ച സമയത്ത് പൊരി വെയിലത്ത്, അള്ളാഹുവേ നോമ്പ് പിടിക്കാൻ നീ എന്നോട് കൽപ്പിച്ചല്ലോ, എനിക്ക് വേറെ ഒന്നും വേണ്ട. എന്റെ വീട്ടില് ഭാര്യയില്ല, മക്കളില്ല, ഒരാളും ഇല്ല. ഫ്രിഡ്ജിനകത്ത് നല്ല തണുത്തുറച്ച ജ്യൂസ് ഇരിക്കാണ്. തൊണ്ട വറണ്ടിട്ട് നൊമ്പലം കൊണ്ട്, വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്ക, റബ്ബേ നീ തന്നതാ ജ്യൂസ്, നീ തന്നതാണ് എന്റെ തൊണ്ട, നീ തന്നതാണ് എന്റെ ശരീരം. നീ എന്നോട് പറഞ്ഞു നോമ്പ് പിടിക്കാൻ, എനിക്കതൊന്നും വേണ്ട. അങ്ങനെയല്ലേ നമ്മൾ കഴിയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെ ഖുർആൻ പഠിക്കും, ഓദിൻ, അത് അമലി ചെയ്യും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നന്മയും തിന്മയും അളന്നു നോക്കുമ്പോ രാത്രി കിടക്കാൻ നേരത്ത് നന്മയാകണം കൂടുതൽ വേണ്ടത്, തിന്മയല്ല. അതുപോലെ നമ്മുടെ ജീവിതത്തില് ഒരൊറ്റ ഹറാമ് നമ്മൾ ചെയ്യാൻ പാടില്ല, കറാഹത്തുകൾ ചെയ്യാൻ പാടില്ല. എന്റെ മക്കളൊക്കെ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ കൂട്ടുകാരൻ, നിങ്ങളെ ഞാൻ, എന്റെ ഉമ്മ, എന്റെ വാപ്പ എന്നെ ആട്ടിൻകുട്ടിയെ നേർച്ചയ്ക്ക് വിടുന്നത് പോലെ എന്നെ പഠിക്കാൻ കൊണ്ടുവന്ന് ആക്കിയില്ലെങ്കിൽ നിങ്ങളെക്കാളും അപ്പുറത്തായനെ ഞാൻ. ഇപ്പൊ ഞാൻ മുസ്ലിയാരായിട്ട് ഈ പാടാ, അപ്പൊ മുസ്ലിയാർ അല്ലാന്നെങ്കിൽ എന്റെ അപ്പുറമായനെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന മക്കളോട് പറയാനുള്ളത്, നിങ്ങളെ കൊണ്ട്, നമ്മളെ കൊണ്ട് നമ്മൾ അറിയാത്ത പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് ജൂത പിശാചുക്കൾ. നമ്മൾ അറിയാതെ പോയി. ഇസ്ലാമിന്റെ നാഗരികതയായിരുന്നു സ്പെയിന്. ആ സ്പെയിനിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളികൾ ഇന്ന് ക്രൈസ്തവ ലോബികൾ പിടിച്ചെടുത്തിട്ട് ആ സ്പെയിനിലെ പള്ളികൾ സ്റ്റാർ ബാർ ഹോട്ടലുകളാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മെഹ്റാബിനകത്ത് മദ്യത്തിന്റെ കുപ്പി അട്ടിയായി വെച്ചിരിക്കാണ്. മുസ്ലിം സ്പെയിനിലെ അന്നത്തെ ഇസ്ലാമിന്റെ നാഗരികത അത് കാറ്റിൽ പറപ്പിയിട്ട് ക്രൈസ്തവ ലോബികൾ പിടിച്ചെടുത്ത ഇന്നത്തെ സ്പെയിനിന്റെ അവസ്ഥ, ആ മുസ്ലിം പള്ളികൾ ഇന്ന് ബാർ ഹോട്ടലുകളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മുട്ടടി പാവാട ഉടുത്തുകൊണ്ട് മദിരാശിമാരും വേശ്യപ്പെണ്ണുങ്ങളും അഭിസാരികളും ശരീരത്തിന്റെ മാംസം വിറ്റ് കച്ചവടം ചെയ്യുന്ന പെണ്ണുങ്ങൾ നൃത്തം ചെയ്യുന്ന നൃത്തശാലകളായി മാറി. അന്നത്തെ കോളേജുകൾ, അറബി കോളേജുകൾ, ദർസുകൾ, മദ്രസകൾ ഇന്നത്തെ മ്യൂസിയമാണ്. നിങ്ങൾക്കറിയോ, ഇന്നവിടെ തഫ്സീർ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇന്നവിടെ ബുഖാരി പഠിപ്പിക്കുന്നുണ്ട്, ഇന്നവിടെ മുസ്ലിം പഠിപ്പിക്കുന്നുണ്ട്, ഇന്നവിടെ സിഹാഹ് സുത്തകൾ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നവിടെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ പഠിപ്പിക്കുന്നത് ആരാ? ജൂതന്മാരാണ്. നിങ്ങൾ ഗൗരവത്തോടെ കാണണം. പഠിക്കുന്നത് ആരാ? ജൂത കുട്ടികളാണ്. ഇസ്ലാമിനോടുള്ള കൂറുകൊണ്ടല്ല, ഇസ്ലാമിലോട്ട് വരാനുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ചോ ഒരു ചെറിയ ഹദീസെങ്കിലും മുസ്ലിമിനെ അടിക്കാൻ കിട്ടുമോന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഹദീസുകളായ ഹദീസുകൾ മുഴുവനും പരിശോധിച്ചു നോക്കി. അങ്ങനെ പരിശോധിച്ചു നോക്കിയപ്പോഴാണ് ഒരു മുസ്ലിം അറിഞ്ഞുകൊണ്ട് നിന്ന് മൂത്രമൊഴിക്കില്ല,
നിങ്ങൾ ചെയ്യോ? നിന്ന് മൂത്രമൊഴിക്കാൻ പറഞ്ഞ നമ്മൾ മറ്റുള്ളവരെ പോലെയാണ് സ്കൂളിൽ ചെന്ന് സിബ് എടുക്കുക, തുറക്കുക, പെടുക്കുക, എടുത്തിടുക, ഓടുക. അങ്ങനെയാണോ നമ്മളൊരു നല്ല സംസ്കാരത്തിന്റെ ഉടമകളല്ലേ? നമ്മൾ ഇരുന്ന് മൂത്രമൊഴിക്കുന്നവരാ, ഇടതുകാല് വെച്ച് കയറുന്നവരാ, ഇടതുവശം ചരിഞ്ഞിരിക്കുന്നവരാ, മലമൂത്ര വിസർജനം ചെയ്ത് അവസാനം അതിന്റെ അവസാനത്തെ മൂത്രത്തിന്റെ തുള്ളിയും പോയതിനു ശേഷം എഴുന്നേൽക്കുന്നവരാ, ശൗചം ചെയ്യുന്നവരാ നമ്മൾ. നമ്മൾ നിന്ന് മൂത്രമൊഴിക്കില്ല എന്ന് ജൂതന്മാര് പഠിച്ചു. അങ്ങനെ നിന്ന് മൂത്രമൊഴിപ്പിക്കണം മുസ്ലിമിനെ കൊണ്ട്. അങ്ങനെ സ്പെയിനിൽ നിന്ന് ജൂതന്മാര് എടുത്തുവിട്ട ഒരു തന്ത്രം എന്താണെന്നറിയോ? മുസ്ലിമിനെ നിന്ന് മൂത്രമൊഴിപ്പിക്കണമെങ്കിൽ മുസ്ലിമിനോട് നിന്ന് മൂത്രമൊഴിക്കടാന്ന് പറഞ്ഞാൽ അവൻ അനുസരിക്കൂല. അതുകൊണ്ട് എന്ത് വേണം? ഇറുകിയ പാന്റ് കൊടുത്തു. ഇറുകിയ പാന്റ് കൊടുത്തു. ആണിനും പെണ്ണിനും ഇറുകിയ പാന്റ്. അതിട്ടാൽ ഇരിക്കാൻ പറ്റൂല. വാപ്പായും ഉമ്മായും കൊച്ചാപ്പായും അമ്മാവന്മാരും ഒരുമിച്ചെടുത്ത് അകത്താക്കിയാലേ കയറും. അങ്ങനത്തെ പാൻഡ. ആ പാൻറ് ഇട്ട് കൊടുത്തു ആണിനും പെണ്ണിനും. അതിട്ടുകൊണ്ട് പള്ളിയിൽ വന്നപ്പോൾ അവന് ഇരുന്ന് മൂത്രമൊഴിക്കാൻ കഴിയാതെ വന്നു. ഇരുന്ന് പോയാൽ അടിഭാഗം മുഴുവനും തയ്യൽ വിട്ടുപോകുന്ന അവസ്ഥ വന്നു. കമ്മിറ്റി ഉടനെ വിളിച്ചു. നിങ്ങൾ ആലോചിക്കണം, ഈ നാട്ടിൽ ഞാൻ ഒരൊറ്റ ബാത്റൂമിലും കയറിയിട്ടില്ല. എങ്കിലും ഞാൻ പറയാണ്, എനിക്ക് ഇവിടുത്തെ പള്ളികളെ പറ്റി അറിയില്ല. എന്റെ സഹോദരങ്ങളെ, ഇന്നത്തെ പള്ളികളിൽ കമ്മിറ്റി വിളിച്ചിട്ട് ആളുകൾ തീരുമാനമെടുത്തു, നമ്മുടെ പള്ളിയിൽ നിന്ന് മൂത്രമൊഴിക്കുന്ന ക്ലോസറ്റ് വെക്കണം. അല്ലേ? നിന്ന് മൂത്രമൊഴിക്കുന്ന ക്ലോസറ്റ് സംവിധാനം വേണം പള്ളിയിൽ. ഇതാര് വെപ്പിച്ചതാണ്? ജൂതന്മാര് വെപ്പിച്ചതാ. എന്തുകൊണ്ട്? ഖുർആനിൽ നകന്നതുകൊണ്ട്. നമ്മൾ ദീനീബോധമുള്ളവരായിരുന്നുവെങ്കിൽ നമ്മൾ തിരിച്ചടിക്കുമായിരുന്നു. പറ്റൂല. അതുപോലെ ജൂതന്മാര് വൃത്തിയില്ലാത്തവരാണ്, അവര് മുറ്റമടിക്കാത്തവരാണ്. നമ്മുടെ സഹോദരിമാരോട് അവരത് പറഞ്ഞു കൊടുത്തു. മുറ്റമടിക്കണ്ട, അതൊരു ഫാഷനായി മാറി. അല്ലേ? ഇന്നിപ്പോ ഏത് വീട്ടിലാണ് നല്ലതുപോലെ വെള്ളം കൊണ്ട് ശൗചം ചെയ്യുന്ന? നമ്മുടെ വീടുകളൊക്കെ അൽഹംദുലില്ലാ അങ്ങനെയാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും, പല എയർപോർട്ടുകളിലും, റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്നാൽ വെള്ളം ഉണ്ടാവൂല. അവിടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. ഈ ടിഷ്യൂ പേപ്പറിന്റെ സംവിധാനം ജൂതന്മാരുടെ സിദ്ധിയാണ്. ഇത് ഖുർആനുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇത് മസ്ജിദുൽ ഖുബായുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് പറഞ്ഞാൽ അരമണിക്കൂർ അങ്ങനെ അങ്ങ് പോയി ഞാൻ നിർത്തുവാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഖുർആൻ പഠിക്കുന്നവരായി മാറി. ഖുർആൻ ഒന്ന് പഠിക്ക്. പള്ളിയിലെ ഉസ്താദ് ഒന്ന് വീട്ടിൽ പോയാൽ നോക്കാൻ വേണ്ടി മാത്രം പള്ളിയിൽ പോയാൽ പോരാ. മറിച്ച് അവിടെ ചെന്നിരുന്ന്, ഉസ്താദെ എനിക്ക് ഒരു മസ്അല ഒരു ദിവസം ഒരു വഖത്തിന് പഠിപ്പിച്ചു തരീൻ. 5 വഖത്താകുമ്പോ 5 മസ്അല എനിക്ക് പഠിക്കാം. പിറ്റേ ദിവസം ഒരു സൂറത്ത് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരി. എന്തേ ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ ഓതാൻ അറിയാത്തവരായി നമ്മൾ മാറുന്നു. മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇമാമ് പ്രസംഗിക്കും. ഒന്നാമത്തെ തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ, രണ്ടാമത്തെ തക്ബീറിന് ശേഷം നബിയുടെ പേരുള്ള സ്വലാത്ത്, മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടിയുള്ള ദുആ. അത് ഇന്നതാണ്, അറിയുന്നവർ ഓതുക, അല്ലാത്തവരെ ആവർത്തിച്ചുകൊണ്ട് നിൽക്കുക. ഇവിടെ പറയുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ആവർത്തിച്ചുകൊണ്ട് നിന്നോളി. എത്ര നാൾ പോലും തുടങ്ങിയതാ ഈ ആവർത്തനം? ഇതുവരെയെങ്കിലും പൂർണ്ണമായി പഠിക്കാൻ നമുക്ക് കഴിഞ്ഞോ? ഇല്ല. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരെ പുതുപെണ്ണിന്റെ വാപ്പാടെ കൈ പിടിച്ചിട്ട് ആളുകളുടെ മുമ്പിലിരുന്ന് ഏതെങ്കിലും തങ്ങന്മാര് വന്ന് നിക്കാഹ് ചൊല്ലി തരുമ്പോ പറയാൻ കഴിയാതെ സൂട്ടും കോട്ടും ധരിച്ചിരുന്നു കൊണ്ട് ഏതെങ്കിലും രീതിയിൽ വിൽക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ചെറുപ്പക്കാരെത്തപ്പെട്ടില്ലേ? അവർക്ക് സമയമുണ്ടായിരുന്നല്ലോ ഒരു അക്ഷരം ഇമാമിന്റെ അടുത്ത് വന്ന് ചോദിച്ചു പഠിക്കാൻ. സമയമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനിന്റെ 3ാമത്തെ വിഭാഗം അവകാശികളാകണമെങ്കിൽ ഇൽമു പഠിക്കിൻ, അമൽ ചെയ്യിൻ, ഖുർആൻ ഓദിൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്കുള്ള ഭാഗ്യം തരട്ടെ. അങ്ങനെയായാൽ അവർക്ക് അല്ലാഹു കൊടുക്കുന്നതാണ് യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. വിചാരണയില്ലാതെ സ്വർഗം അവനുണ്ടെന്ന് ലോകത്തിന്റെ നായക നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അമലുകൾ പെട്ടെന്ന് ചെയ്തോ, നാളത്തേക്ക് മാറ്റല്ലേ. ഈ ഹദീസ് കോഴിക്കോട് ജില്ലയിൽ പ്രസംഗിക്കേണ്ട ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ബാദിറൂ ബിൽ അമാൽ, നിങ്ങൾ അമലുകൾ വേഗത്തിൽ ചെയ്തോ, പെട്ടെന്ന് ചെയ്തോ. എന്തുകൊണ്ടെന്നറിയോ? നാളെ സുബഹി മുതൽ നിസ്കരിക്കാമെന്ന് കരുതണ്ട പൊന്നുമോളെ. നാളെ സുബഹിക്ക് നിസ്കരിക്കാമെന്ന് കരുതണ്ട. ഇന്ന് ഇശാ മുതൽ തുടങ്ങണി തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള്. എന്താ സംഭവിക്കുന്നത്? യുസ്ബിഹുർ റജുലു മുഅ്മിനാ വയുംസി കാഫിറാ. ഒരാൾ നേരം വെളുക്കുമ്പോഴും മുസ്ലിമായിരിക്കും, വൈകുന്നേരം കാഫിറായി പോകും.
കണ്ടില്ലേ, രാവിലെ സ്കൂളിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോയ മോളാണ്. ദുആ ചെയ്ത് നിസ്കാരം കഴിഞ്ഞ് ദിക്ർ ചൊല്ലി ഒരു പേജ് ഖുർആൻ ഓതി. ആ പൊന്നുമേള് രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് കോളേജിൽ പോയി. യുസ്ബിഹുർ റജുലു മുഅ്മിന, രാവിലെ പെണ്ണ് മുഅ്മിനായിരുന്നു. വയുംസി കാഫിറ, വൈകുന്നേരമായപ്പോൾ ഫോൺ വരികയാണ്. മോൾ ഏതോ ഒരുത്തനോടൊപ്പം ഒളിച്ചോടിയിരിക്കുകയാണ്. വാപ്പ ഓടി ചെല്ലുമ്പോൾ അതാ വാപ്പ നോക്കുമ്പോൾ കാണുന്ന മോളും അന്യ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരനും പോലീസ് സ്റ്റേഷനിലാണ്. ആ മോള് പറയുന്നു, എനിക്കിന്നി ഇസ്ലാം വേണ്ട, എനിക്കിന്നി വാപ്പ വേണ്ട, ഉമ്മ വേണ്ട, ഇവൻ മതിയെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് തമാശയായിരുന്നു. രാവിലെ മോമിനാണ്, വൈകുന്നേരം കാഫിറാവുകയാണ്. അതുപോലെ വൈകുന്നേരം മോമിനാണ്, നേരം വെളുക്കുമ്പോ കാഫിറാണ്. അതുകൊണ്ട് കാത്തു നിൽക്കണ്ട, അമലുകൾ ചെയ്തോ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞല്ലോ, ലാ തുംഹിലു സ്വദഖ, എന്തെങ്കിലും പള്ളിക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് തോന്നുമ്പോ ഉടനെ നിങ്ങൾ ചെയ്യണം. എന്തുകൊണ്ടാണ്? തൊണ്ടക്കുഴിയിലെ റൂഹത്തുമ്പോൾ പറയും ഫുലാനിന് കഥ, ഫുലാനിന് കഥ, അവൻ അപ്പറകൂട് അവൻ ഇപ്പറകൂട്. ഇല്ല, അല്ലാഹ്ക്ക് വേണ്ട സഹോദരങ്ങളെ. അതുകൊണ്ട് എന്തെങ്കിലും അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാം ഉടനെയാണ്. നവാസ് എന്ന് പറയുന്ന സഹോദരന്റെ പേരിലാണ് ഈ നാട്, ഈ സദസ്സുള്ളത്. ആ നവാസ് സുഖമില്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ ആരോഗ്യക്കാരനായിരുന്ന നവാസ് നേരം വെളുത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞ് ആ സഹോദരന് വല്ലാതെ അസ്വസ്ഥത വന്നപ്പോൾ ഭാര്യ ടോക്കൺ എടുക്കാൻ പോയി. ഡോക്ടറുടെ മുമ്പിൽ ചെന്ന് ടോക്കൺ എടുത്ത് മടങ്ങി വരുമ്പോൾ ഭർത്താവ് മരിച്ചു. സഹോദരങ്ങളെ, ആരെങ്കിലും കരുതിയോ? ഇല്ല. ഈ നാട്ടുകാരെ വിഷമിച്ച മരണമല്ലേ. ഇതാരെയാണ് കാത്തിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല, ആരെയാണ് കാത്തിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എത്രയും പെട്ടെന്ന് അമലുകൾ ചെയ്തോ. മഹാനായ പ്രവാചകൻ ഒരു ദിവസം അസ്ർ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നൊരൊറ്റ ഓട്ടമാണ്. ആളുകൾ അത്ഭുതപ്പെട്ടു, നബി അങ്ങനെ ഓടാറില്ല. ആളുകളുടെ പെടലിയിലൂടെ ചവിട്ടിയിട്ടാണ് നബി തങ്ങൾ ഓടിയത്. ഓടി നോക്കുമ്പോ സഹാബത്ത് പെട്ടെന്ന് വന്ന് പള്ളിയുടെ കോലായിൽ നിന്ന് നോക്കി, നബി എങ്ങോട്ടാണ് ഓടുന്നത്? അല്ലാഹുവിന്റെ റസൂല് ഓടിയിട്ട് ഒരു ഭാര്യയുടെ വീട്ടിനകത്ത് കയറിയിട്ട് അതേ വേഗത്തിൽ തിരിച്ചു വന്നു പള്ളിയില്. എന്നിട്ട് പറഞ്ഞു, സഹാബത്തെ, ഞാൻ ഓടിയത് എന്തിനെന്നറിയോ? എന്റെ കയ്യിലെ കുറച്ച് സ്വർണാഭരണം ഇരിക്കുന്നതിന് ഓർമ്മ വന്നു. ആ സ്വർണാഭരണം അതെന്നെ നാളെ സ്വർഗത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുമെന്ന് ഞാൻ പേടിച്ചുപോയി. അതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയുടെ കയ്യിലെടുത്തു കൊടുത്തിട്ട് വീതിച്ചു കൊടുക്കാൻ ഞാൻ കൊടുത്തിട്ടാണ് വന്നത്. അസ്ർ നിസ്കാരം കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞ് രാത്രി വീട്ടിൽ ചെന്നിട്ട് എടുത്തു കൊടുത്താ പോരെ? പോരാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉടൻ തന്നെ അങ്ങ് ചെയ്തേക്കണം. കാരണം എന്താണ്? തൊണ്ടക്കുടിയിലെ റൂഹത്തിയാല് പിന്നെ നിനക്ക് ചെയ്യാൻ പറ്റില്ല, പറ്റിയാലും ഒരിക്കലും അത് ഫലപ്രദമല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിന്റെ അനന്തരാവകാശികള് ആലിമീങ്ങളാണ്, സ്വശരീരത്തോട് അക്രമം പ്രവർത്തിച്ചവരാണ്. അവര് അള്ളാഹുവിന്റെ വിചാരണം നേരിട്ട് കഷ്ടപ്പെട്ടിട്ട് സ്വർഗത്തിൽ പോകൂ. രണ്ടാമത്തെ മുഖ്തസ്രീങ്ങളാണ്, മധ്യ നിലപാടുകാരാ, ഒരു ചെറിയ വിചാരണയിലൂടെ സ്വർഗം കിട്ടുന്നവരാണ്. മൂന്നാമത്തെ നന്മയിലെ മുന്നേറിയവരാണ്. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. ചെറുപ്പക്കാരാ, കളിച്ചതു മതി. പൊന്നുമക്കളെ, കഞ്ചാവിന് അടിമപ്പെട്ടു പോകല്ലേ. അങ്ങനെയുള്ള കൂട്ടുകാരെ നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട. പെങ്ങളെ പറയാം, എല്ലാവർക്കും ഇതിൽ ഭാഗവാക്കാകാൻ കഴിയുന്ന ഒരു സംരംഭമാണ്. നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 19 പറയാമെന്ന്, 19 പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും ഇതിൽ ഭാഗവാക്കാകാൻ കഴിയുന്ന രീതിയിലാണ് ഞാൻ ഒരു ചെറിയ ആഗ്രഹം, ഒരു ആവശ്യം, ഒരു റിക്വസ്റ്റ് നിങ്ങളോട് വെക്കുകയാണ്. ഇതിൽ നിന്ന് ആർക്കും മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എല്ലാവർക്കും എളുപ്പമാകുന്ന ഒരു സംരംഭമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിലെ രോഗികൾ, നിത്യരോഗികൾ ഒരുപാട് പേരുണ്ട്.
നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. റബ്ബ് സാക്ഷി, ഇന്നും നല്ലതുപോലെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും ധരിച്ച് നമ്മുടെ മുമ്പിൽ നല്ല തലയെടുപ്പോടെ നിൽക്കും, പക്ഷെ അവരുടെ ഉള്ളു തേങ്ങുകയായിരിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ നാട്ടിലെ സാധുക്കളിൽ സാധുക്കളായ സഹോദരങ്ങളെ കണ്ടെത്തി ഞാൻ നിങ്ങൾക്ക് ഈ സംഘാടകരെ പറ്റി ഉറപ്പ് തരികയാണ്. ഇൻഷാ അല്ലാഹ് എനിക്കറിയാം ഈ സംഘാടകർ ഇതിനു വേണ്ടി നല്ല ഒരു പരിശ്രമം നടത്തുമ്പോ ഇവരുടെ ഇടയിൽ സംഘടനാ രാഷ്ട്രീയ വൈചാത്യങ്ങളും വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഒന്നുമില്ലാതെ ഇൻഷാ അല്ലാഹ് നിഷ്പക്ഷമായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സംഘാടകർക്ക് നിങ്ങൾ ഒരു ചെറിയ കൈത്താങ്ങെന്നോളം മാസം 500 രൂപ അത് കൊടുക്കാൻ കഴിയാത്തവരാരും ഉണ്ടാകില്ല. ഒരു രോഗിക്ക് ഒരു മാസം ശരാശരി ഗുളിക വാങ്ങാൻ 500 രൂപയുടെ ആവശ്യമുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ ഒരു മാസം 500 രൂപ ഒരു കൊല്ലം നിങ്ങൾ കൊടുത്താൽ മതി. അടുത്ത വാർഷികം നടക്കുന്നത് വരെ ഒരു കൊല്ലത്തേക്ക് ഇപ്പൊ 6000 രൂപയേ ഉള്ളൂ. 3 നോട്ട് 2000ന്റെ പിങ്ക് കളറിലുള്ള 3 മോഡിയുടെ നോട്ട്, ഈ 3 നോട്ട് ഒരു കൊല്ലത്തിന്റെ ഇപ്പുറം നിങ്ങൾ കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരു രോഗി നിങ്ങൾ ഏറ്റെടുക്കാൻ അല്ലാഹു സാക്ഷി, നാളെ പരലോകത്ത് അല്ലാഹു നിങ്ങൾ ഏറ്റെടുത്തോളും. ഒരു സംശയവും വേണ്ട. റബ്ബ് ചോദിക്കും, നിസ്കാരവും നോമ്പുമായിട്ടൊക്കെ ചെല്ലുമ്പോ ഒക്കെ നിനക്കൊണ്ട് ശരിയാ, പക്ഷെ ഞാൻ അസുഖം ബാധിതനായി സുഖമില്ലാതെ കിടന്നപ്പോ നീ എന്നെ വന്ന് നോക്കാത്തത് റബ്ബെ, നിനക്ക് രോഗമോ? അതെ, നിന്റെ അയൽവാസി രോഗം കൊണ്ട് കഷ്ടപ്പെട്ടപ്പോ നീ അവനെ സഹായിച്ചെങ്കിൽ നിനക്ക് എന്നെ അവിടെ എത്തിക്കാൻ കഴിയുമായിരുന്നല്ലോ എന്ന് പറയുന്നൊരവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് ഒരു 500 രൂപ മാസം ഈ സംഘാടകരെ ഏൽപ്പിച്ചാൽ നിങ്ങളുടെ പേരും അവരെഴുതും, നിങ്ങളുടെ സംഭാവന വാങ്ങി കൊടുക്കുന്ന പാവപ്പെട്ട രോഗിയുടെ പേരും എഴുതും. അങ്ങനെ മുടങ്ങാതെ ഒരു ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഗഡുക്കളായോ അല്ലെങ്കിൽ മാസം 500 വെച്ചോ ഈ സംഘാടകയിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ 500 രൂപ വെച്ച് ഇൻഷാ അല്ലാഹ് ഒരു കൊല്ലം കൊടുക്കാൻ 6000 രൂപ കൊടുക്കാൻ തയ്യാറുള്ളവർ ഒന്ന് കൈപൊക്കിക്കേ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് അൽഹംദുലില്ലാ ഒന്ന് എഴുതിയെടുത്തോളി. പെട്ടെന്ന് എഴുതിയെടുത്തോ, ഒന്ന് കൈ പൊക്കിക്കോ ഇൻഷാ അല്ലാഹ്. ഒന്നുകൂടെ പൊക്കിക്കോളി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് വേഗം എഴുതിക്കോളി. ഇത് ഒരാൾ എഴുതിയാൽ പറ്റൂല, വേഗം ആകണം. ഇതിൽ എല്ലാവർക്കും കഴിയും, ഒരാൾ പോലും കഴിയാത്തവരില്ല. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് എഴുതിയെടുത്തോ സംഘാടകർ. അതൊക്കെ പിന്നെ എടുക്കാം, നിങ്ങൾ പേപ്പറും കൊണ്ട് അങ്ങോട്ട് ചെല്ലി. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതൊക്കെ പിന്നെ നോക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ആ പേര് പെട്ടെന്ന് എഴുതിയെടുത്തോളൂ. പിന്നെ പറയാം. വേഗം ഒന്ന് എഴുതിയെടുക്ക്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, പടച്ചവനെ, തമ്പുരാനെ, സാധുക്കളായ സഹോദരങ്ങളാണ് സാമ്പത്തികമായ പ്രതിസന്ധി അവരെ വേട്ടയാടുമ്പോൾ അല്ലാഹുവേ നിന്റെ പാവപ്പെട്ട ദാസന്മാരെ സഹായിക്കാ. നല്ല മനസ്സോടെ ഏറ്റവും നല്ല ആവേശത്തോടെ കൈയുയർത്തിയവര് സാബിഖുംബിൽ ഖൈറാത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, അവർക്ക് ജീവിതത്തിൽ യാതൊരു വിഷമങ്ങൾ നീ കൊടുക്കല്ലനാദാ. അല്ലാഹുവേ, പടച്ചവന് നിന്റെ ദാസന്മാരുടെ അവരുടെ വിഷമങ്ങൾ ഏറ്റെടുത്ത പാവപ്പെട്ടവര് നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ, വർഷത്തിൽ 6000 രൂപയാണ് ചോദിച്ചത്, ഒരു കൊല്ലത്തേക്കാണ് ചോദിച്ചത്. ഏറ്റെടുത്ത സഹോദരങ്ങൾ പടച്ചവനെ നീ കബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ അവരെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, 10 സഹോദരങ്ങൾ ഇതിനു മുമ്പ് ഈ സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 6000 രൂപ വീതം 10 പേരെ ഏറ്റിട്ടുണ്ട്. അല്ലാഹുവേ, അവരെ കബൂൽ ചെയ്യണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, 5 പേരല്ലേ, 5 പേര് അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ ഏറ്റെടുത്തവരെ നീ കബൂലാക്കണേ അല്ലാ. ഇനി ആരാ? ഒന്ന് ഉഷാറാകണം. എത്ര പേര് സംഘാടകർ? കുറച്ചേ ഉള്ളൂ. ഇനി ആരാ? ഒന്ന് പറഞ്ഞേക്ക് ഇൻഷാ അല്ലാഹ്. ഒരു 41 പേര് നമുക്കൊന്നുണ്ടാകണം ഇൻഷാ അല്ലാഹ്. ഒരു 41 പേര് അതെന്റെ ഒരു നിർബന്ധമാണ് ഇൻഷാ അല്ലാഹ്. സഹോദരിമാരുടെ ഭാഗത്ത് വനിതാ വളണ്ടിയർമാർ ഒന്ന് എഴുതട്ടെ, വേഗമാവട്ടെ. സഹോദരിമാര് നേരത്തെ തന്നെ അൽഹംദുലില്ലാ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, പേര് പറയണ്ട എന്ന് പറഞ്ഞിരിക്കാണ്. 6000 രൂപ മക്കൾ നന്നാകാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, മരണസമയത്ത് ഈമാനോടെ മരിക്കാൻ വേണ്ടി 6000 രൂപ, അതായത് 1 വർഷത്തേക്കുള്ളത്. 41 എണ്ണം കേട്ടോ. പേര് പറയാത്തൊരു സഹോദരി, ഭർത്താവിന്റെയും മക്കളുടെയും കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകാൻ, മരിക്കുന്ന സമയത്ത് ഈമാനോട് മരിക്കാൻ. പേര് പറയാത്ത മറ്റൊരു സഹോദരി, മക്കൾ അള്ളാഹുവിന്റെ ദീനുമായി അടുക്കാൻ, പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ നിൽക്കാൻ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ. അതുപോലെ പേര് പറയാത്തൊരു സഹോദരി, ഭർത്താവിന്റെയും മകന്റെയും കച്ചവടത്തിൽ ബറക്കത്തിനും, മരിക്കുന്ന സമയത്ത് ഈമാനോട് മരിക്കാനും. പേര് പറയാത്ത മറ്റൊരു സഹോദരി, ആ അസുഖങ്ങളെല്ലാം സുഖപ്പെടാൻ വേണ്ടി ദുആ ചെയ്യാൻ. അങ്ങനെ അൽഹംദുലില്ലാ കുറച്ചു പേര്. അതുപോലെ 1 കൊല്ലത്തെ 6000 രൂപ പിന്നെ ഒരു സഹോദരി ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സഹോദരി 6000, വേറൊരു സഹോദരി 6000, മറ്റൊരു സഹോദരി 6000, അടുത്തൊരു സഹോദരി 6000, മറ്റൊരു സഹോദരി 6000,
അങ്ങനെ ഒരുപാട് സഹോദരിമാര് 41 നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് ഉണ്ടാകണം. പെട്ടെന്നാവട്ടെ. അതിൽ 5 നേരത്തെ വന്നു. പെട്ടെന്ന് സംഘാടകരുടെ കണക്ക് തരിക. എല്ലാവരും ദുആ കഴിഞ്ഞിട്ട്. നിങ്ങളെക്കാളും ധൃതി എനിക്കുണ്ട്. എനിക്ക് 12:15 വണ്ടിയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നമുക്ക് പിരിയാൻ ദുആ ചെയ്ത് ഒരു 15 മിനിറ്റിനകം നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതിൽ ഭംഗിയായി എല്ലാവരും ഇതിൽ സഹകരിക്കുക. അൽഹംദുലില്ലാഹ് മാസത്തിൽ 1000 രൂപ വെച്ചൊരു സഹോദരന് 12,000 രൂപ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് 2 കുടുംബങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ അത് 2 പേരായി കൂട്ടുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മാസത്തിൽ 500 വെച്ച് ഇൻഷാ അല്ലാഹ് 6000 രൂപ ഒരു കുടുംബം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ 6000 രൂപ മറ്റൊരു കുടുംബം. അൽഹംദുലില്ലാഹ്. അതുപോലെ മറ്റൊരു സഹോദരന് ആ സഹോദരന്റെ കുടുംബം ദുആരക്കാൻ വേണ്ടി 6000 രൂപ. അതുപോലെ മറ്റൊരു കുടുംബം 6000 രൂപ. അൽഹംദുലില്ലാഹ്. നമുക്ക് ഇൻഷാ അല്ലാഹ് വേഗം നമുക്ക് പിരിയാം. 41 പേര് തികയട്ടെ. സഹോദരിമാരുടെ ഭാഗത്തും അതുപോലെ ഈ പുരുഷന്മാരുടെ ഭാഗത്തും വേഗം ഒന്ന് പറഞ്ഞേക്ക്. നമ്മുടെ കൂട്ടായ്മയിലെ ഒരു മെമ്പറുടെ മുഹമ്മദ് എന്ന മകന്റെ കേൾവി ശക്തി കുറവാണ്. പ്രത്യേകം ദ്വാരക്കണം. ആ പ്രിയപ്പെട്ട ആ സഹോദരന്റെ ആ സഹോദരൻ ആ മെമ്പർ യാ സമീർ എന്നുള്ള ദിക്ർ ധാരാളം ചൊല്ലുക. യാ സമീർ. സംസാരശേഷി ഇല്ലാത്ത മക്കളുടെ പ്രിയപ്പെട്ടവര് യാ മുത്തക്കല്ലിം ഒന്ന് ചൊല്ലിക്കോളി. കാഴ്ചയിൽ കുറവുള്ളവരുടെ പ്രിയപ്പെട്ടവര് യാ ബസീർ ഒന്ന് ചൊല്ലിക്കോളി. ഇതൊക്കെ വലിയ അസറുള്ള വലിയ 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 പ്രതിഫലനമുള്ള ദുആകളാണ്. ഇതൊക്കെ നമുക്ക് ധാരാളമുണ്ട്. നമുക്ക് വേറെ ഒന്നിനും പോണ്ട. നമുക്ക് ഖുർആനിൽ തന്നെ എല്ലാം. ഖുർആൻ ശിഫ എന്നല്ലേ പറഞ്ഞത്. അത് നമ്മൾ പഠിക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം ഖുർആനകത്തുണ്ട്. നിങ്ങൾ ഖുർആൻ പഠിക്കാൻ തയ്യാറായിക്കോളി.